ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। अथ त्रयोदशोऽध्यायः। राजविद्या सुक्षेत्रक्षेत्रज्ञ विभागयोगः। अर्जुन उवाच प्रकृतिं पुरुषं चैव क्षेत्रं क्षेत्रज्ञमेव च एतद्वेदितुमिच्छामि ज्ञानं ज्ञेयं च केशव। श्रीभगवानुवाच इदं शरीरं कौन्तेय क्षेत्रमित्यभिधीयते एतद्यो वेदिदं प्राहुः क्षेत्रज्ञ इति तद्विदः। क्षेत्रज्ञं चापि मां विद्धि सर्वक्षेत्रेषु भारत। क्षेत्रक्षेत्रज्ञयोर्ज्ञानम् एतज्ज्ञानं मदं मम। तत्क्षेत्रं यच्छयामृश्च यद्विकारि यदश्च यद स च यो यत्प्रभावश्च तत्समासेन मे शृणु। ऋषिभिर्बहुधा गीतं छन्दोभिर्विविधैः पृथक् ब्रह्मसूत्रपदैश्चैव हेतुमद्भिर्विनिश्चितैः। महाभूतान्यहङ्कारो बुद्धिरव्यक्तमेव च इन्द्रियाणि दशैकं च पञ्चचेन्द्रियगोचराः। इच्छा द्वेषसुखं दुःखं सङ्घातश्चेतना धृतिः। एतत्क्षेत्रं समासेन सविकारमुदाहृतम्। अमानित्वमदम्भित्वम् अहिंसा क्षान्तिरार्जवम् आचार्योपासनं शौचं स्थैर्यमात्मविनिग्रहः। इन्द्रियार्थेषु वैराग्यम् अनहङ्कार एव च। जन्म मृत्युजरा व्याधि दुःखदोषानुदर्शनम् असक्तिरनविश्वङ्गः पुत्रद्वारगृहादिषु। नित्यं च समचित्तत्वम् इष्टानिष्टोपपत्तिषु। मयि चानन्ययोगेन विविक्तदेशसेवित्वम् अरतिर्जनसंसदे। अध्यात्मज्ञाननित्यत्वं तत्त्वज्ञानार्थदर्शनम् एतज्ज्ञानमिति प्रोक्तम् अज्ञानं यदतोऽन्यथा। ज्ञेयं यत्तत् प्रवक्ष्यामि यज्ञात्वामृतमश्नुते। अनादिमत्परं ब्रह्म न सत्तन्नासदुच्यते। सर्वतः पाणिपादं तत् सर्वतोक्षिशिरोमुखम्। सर्वतः श्रुतिमल्लोके सर्वमावृत्य तिष्ठति। सर्वेन्द्रियगुणाभासम् सर्वेन्द्रियविवर्जितम् असक्तं सर्ववृच्छैव निर्गुणं गुणभोक्तृ च। बहिरन्तश्च भूतानाम् अचरं चरमेव च। सूक्ष्मत्वात् तद्विज्ञेयम् कूटस्थं चान्तिके च तत्। अविभक्तं च भूतेषु विभक्तमिव च स्थितम्। भूतभर्तृ च तज्ज्ञेयम् ग्रसिष्णु प्रभविष्णु च। ज्योतिषामपि तज्ज्योतिः तमसः परमुच्यते। ज्ञानं ज्ञेयं ज्ञानम्
समासतः मद्भक्तैतन्निज्ञाय मद्भावविलोपकल्यते प्रकृतिं पुरुषं चैव विद्यानानि भावहि विकारां सगुणां चैव विद्धि प्रकृतिसम्भवान् നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ജ ഹസ്താമലകം ജ ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. എം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്നന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരിയോ. ഇന്നലെ നമ്മൾ വളരെ വിപുലമായ ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള വിവരണം ഭഗവാന്റെ തിരുമുഖത്തു നിന്ന് തന്നെ കേട്ടു. അപ്പൊ ഒരേ സമയത്ത് തന്നെ അദ്ദേഹം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയും അതേസമയം തന്നെ എല്ലാത്തിൻ്റെയും ആധാരമായിരിക്കുകയും അതേസമയത്ത് എല്ലാമായും വിളങ്ങുന്നു. അതിനാല് ഇപ്രകാരമുള്ള ഒരു വിവരണത്തെ പരസ്പര വിരുദ്ധമല്ലാത്ത രീതിയിൽ, ആ വിവരണ രീതി തന്നെ അങ്ങനെയാണ് അല്ലേ, വളരെ വിശദമായ രൂപത്തിൽ തന്നെ ഭഗവാൻ തന്നെ അവിടെ പ്രസ്താവിച്ചത്. നമ്മുടെ ഇന്ദ്രിയങ്ങള് ആ ഒരു സാന്നിധ്യമില്ലെങ്കിൽ കേവലം ഉപകരണങ്ങൾ മാത്രമാണ്. നമുക്ക് ഇന്ന് അറിയുന്ന തലം അതാണ്. അപ്പൊ അറിഞ്ഞ തലത്തിൽ നിന്നും അറിയാത്ത തലത്തിലേക്കുള്ള ഒരു പ്രയാണം, ഇതാണ് തത്വശാസ്ത്രത്തില് ചിന്തകളെ വികസിപ്പിക്കുന്ന പദ്ധതി. അതിനാല് സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം, എല്ലാ കൈകളിലും കാതുകളിലും ഒക്കെ ഞാൻ വ്യാപിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതിനാല് ഇന്ദ്രിയങ്ങളുടെയൊക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ വൈഭവം കൊണ്ടാണത്. ഭഗവാൻ ശങ്കരാചാര്യര് ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് വിവരിക്കുന്നത്, ഇരുട്ടുള്ള ഒരു മുറിയില് അനേകം സുഷിരങ്ങളുള്ള ഒരു മൺപാത്രം വെക്കുന്നു. ആ സുഷിരങ്ങളുള്ള മൺപാത്രത്തിന്റെ അടിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ മുറി മുഴുവനും ആ ദ്വാരത്തിലൂടെ അനേകം പ്രകാശരശ്മികൾ പരക്കും. ജ്ഞാനം യസ്യതു ചക്ഷുരാദി ഗഹനദ്വാരാ ബഹിസ്പന്ദതേ. അപ്പൊ അതുപോലെ ഈ സാക്ഷാൽ ജഗദീശ്വരൻ അനേകം ദ്വാരങ്ങളുള്ള നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും ഈ പ്രകാശം പുറത്തേക്ക് വരുന്നു അല്ലേ. അപ്പൊ കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, ഓരോ
ചെവി കൂടി പ്രവഹിക്കുമ്പോൾ കേൾക്കുന്നു എന്ന് പറയുന്നു, നാവിലൂടെ പ്രവഹിക്കുമ്പോൾ രുചിക്കുന്നു എന്ന് പറയുന്നു, കണ്ണിലൂടെ ആവുമ്പോൾ കാണുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ രംഗങ്ങളിലൂടെയും അദ്ദേഹം സ്മരിക്കുമ്പോഴാണ് നാം അതാത് രംഗങ്ങളിലെ അനുഭവങ്ങളെ അറിയുന്നത്. കാരണം അനുനിമിഷം അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ കേവലം ലൗകികമായ അനുഭവം പോലും നമുക്ക് സാധ്യമല്ല. വാസ്തവത്തിൽ ലൗകികം, ഭൗതികം, ആധ്യാത്മികം എന്ന വേർതിരിവൊന്നും ആവശ്യമില്ല ഇവിടെ. കാരണം ഇവിടെ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, അത് സത്യസ്വരൂപമാണ്. അദ്ദേഹം സകല ലൗകിക ലോകവുമാവും ലൗകിക അനുഭവങ്ങളുമായിട്ടും പ്രവർത്തിച്ച് അനുഭവങ്ങളൊക്കെ, പക്ഷെ ഈ പ്രവർത്തിക്കുന്ന സമയത്ത് ആ അനുഭവങ്ങളൊക്കെ വാസ്തവമാണെന്ന് കരുതി നമ്മൾ ആസക്തരാകുന്നുണ്ട്. അതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണേ. വാസ്തവത്തില് ലൗകിക അനുഭവങ്ങൾ തന്നെ സുസാധ്യമാക്കി തീർക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പർശവും സാന്നിധ്യവും ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ എപ്പോഴും ഗ്രഹിക്കണം. അങ്ങനെ ഗ്രഹിക്കാൻ സാധിച്ചാൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ അഹങ്കാരമാണ് എല്ലാ ദുഃഖത്തിനും വേദനകൾക്കും കാരണമായി മാറുന്നത്, അല്ലേ? അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അദ്ദേഹം പ്രവഹിക്കുന്നു. എന്നാലോ എല്ലാത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുന്നു. വൈദ്യുതി എപ്രകാരമാണോ വൈദ്യുതി ഉപകരണങ്ങളുമായി ബന്ധം സ്ഥാപിക്കാതിരിക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ ചൂടാവാം, തണുപ്പാവാം, ശബ്ദമാവാം, ഇതൊക്കെ വൈദ്യുതിയുടെ സാന്നിധ്യത്തിലെ പ്രവർത്തന യോഗ്യമാവുകയുള്ളൂ. പക്ഷേ വൈദ്യുതിക്ക് അവയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ ഈ പരമാത്മസ്വരൂപം സമസ്ത ശരീരങ്ങളിലും ആനന്ദ സ്വരൂപമായി നിൽക്കുന്നു. ബഹിരന്തശ്ച ഭൂതാനാം, ഉള്ളിലും വെളിയിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. ഈ ശരീരം എന്നുള്ളത്, നമ്മൾ ശരീരം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പുറത്തും വെളിയും നോക്കി. വാസ്തവത്തില് ശരിയായ തലത്തില് ഈ വിഭജനമൊന്നുമില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിന്റെ വെളിയിലാണോ പുറത്താണോ അകത്താണോ നമ്മള് പറയാൻ പറ്റുമോ? കാരണം അത് അനുഭവം മാത്രമാണ്. ആ സമയത്ത് ശരീരം തന്നെ ഇല്ലല്ലേ. അവിടെ നിങ്ങൾ വീടിന്റെ ഉള്ളിലാണോ കിടക്കുന്നത്, പട്ടുമെത്തയിലാണോ, തെരുവിലാണോ, റോഡിലാണോ കിടക്കുന്നത്? ചിലരൊക്കെ കണ്ടില്ലേ തെരുവിലൊക്കെ കിടന്നുറങ്ങുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു ബോധവുമില്ലല്ലേ ആർക്കും. അതായത് അനന്തതയിൽ, എല്ലാത്തിലും അതീതമായ അവസ്ഥയിൽ യാതൊരു വ്യവഹാരവും സാധ്യമല്ല. അത് അത്യന്തം സൂക്ഷ്മമായതിനാൽ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ കാണുവാൻ സാധിക്കില്ല. സൂക്ഷ്മത്വാത് തത് അവിജ്ഞേയം. കാരണം അത് കാണുന്ന ആളുടെ അറിവിന്റെ സ്വരൂപമാണ്. അത് ഒരേ സമയത്ത് ദൂരത്തുമാണ് അടുത്തുമാണ്. ദൂരസ്ഥം ച അന്തികേശതത്. ഇക്കാണുന്ന ശരീരങ്ങളിലൊക്കെ അദ്ദേഹം വിഭജിക്കപ്പെട്ടതുപോലെ തോന്നുന്നു. അവിഭക്തം ച ഭൂതേഷു. എന്നാൽ ഒരിക്കലും അദ്ദേഹം വിഭജിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തോന്നുന്നതാണ്. എപ്രകാരമാണോ ഏകനായ സൂര്യൻ അനേകം കണ്ണാടികളിൽ പ്രതിഫലിക്കുന്നത് പലതായി കാണുന്നത് പോലെ തോന്നും, അല്ലേ? ഒരു സൂര്യൻ തന്നെ. ഇപ്പൊ ഒന്നും പിന്നെ വയലൊന്നുമില്ല. പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഈ വയലുകളൊക്കെ, അല്ലേ? കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിൽ പല കുഴികളൊക്കെ ഉണ്ടാവും, അല്ലേ? അതിലൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പൊ സൂര്യൻ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ കുഴികളിലൊക്കെ ഓരോ സൂര്യനെ കാണാം. എന്നാൽ വെള്ളം വറ്റിക്കഴിഞ്ഞാലോ ഏകനായ സൂര്യൻ ഒരാളെ ഒരു സ്ഥലത്തേ കാണുള്ളൂ, അല്ലേ? അല്ലെ കാണില്ല. ഇതുപോലെ
നമ്മുടെ ശരീരത്തിലാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ബുദ്ധിയിലാണ് വ്യത്യാസം. അതിൽ പ്രതിഫലിക്കുന്ന ആത്മസ്വരൂപത്തിന് ഒരു വ്യത്യാസവുമില്ല. ഭൂത ഭർതൃച്ച തജ്ഞേയം. ഇത് അറിയുവാൻ നമ്മൾ യോഗ്യരാണ്. നമ്മുടെ അറിവ് അർഹിക്കുന്നതായ വിഷയമാണ് ആധ്യാത്മിക തത്വം. ഇതറിയുന്നതിന് വേണ്ടിയാണ് നാം ഈ മനുഷ്യജന്മം എടുത്തിരിക്കുന്നത്. മറ്റു ജീവികളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞ് കഴിയുമ്പോൾ മരണത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന ഏക ജന്മം ഇത് മാത്രമാണ്. ശാശ്വതമായ നിലനിൽപ്പ് കിട്ടുന്ന ജന്മം ഇത് മാത്രമേ ഉള്ളൂ. മരണത്തെ ജയിക്കുന്ന എന്നത് മനുഷ്യന്റെ അവകാശമാണ്. നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കുക എന്നതാണ് ഇതിന് മുഖ്യമായി വേണ്ടത്. അതിനു വേണ്ടിയാണ് അമാനിത്വം, അദമ്പിത്വം, അഹിംസ, ശാന്തി, ആർജവം തുടങ്ങിയ 20 മൂല്യങ്ങൾ ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞത്. തുടർന്ന് ജ്യോതിഷാമഭിജ ജ്യോതിഹി, എല്ലാ ജ്യോതിർഗോളങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ജ്യോതിയാണെന്ന് പറയുന്നു. ആ ജ്യോതിസ് നാം ഈ കാണുന്ന പ്രകാശമല്ല, അത് വെളിച്ചത്തിനെയും ഇരുട്ടിനെയും പ്രകാശിപ്പിക്കുന്നതാണ്. അതിനാൽ ആ ചൈതന്യം ഹൃദി സർവസ്യ വിഷ്ടിതം. ആ ശക്തി എല്ലായിടത്തും ഉണ്ട്, എന്നിൽ ഒഴികെ എന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്നിലും നിങ്ങളിലും ഉണ്ടായേ പറ്റുള്ളൂ. അതിനാൽ ഭഗവത് സാന്നിധ്യം മനുഷ്യനിലാണ് സാക്ഷാത്കരിക്കേണ്ടത്. സർവേശ്വരന്റെ സാന്നിധ്യം മനുഷ്യനിലാണ് സാക്ഷാത്കരിക്കേണ്ടത്. അതുകൊണ്ട് സർവവ്യാപ്തമായിട്ടുള്ള ഈശ്വരൻ മനുഷ്യനിൽ സന്നിഹിതമായിരിക്കുന്നതിനെയാണ് മനസാക്ഷി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, സർവവ്യാപ്തമായ ഈശ്വരൻ ഈ മനുഷ്യനിൽ സന്നിഹിതമായിരിക്കുന്നതിനെയാണ് നാം മനസാക്ഷി എന്ന് പറയുന്നത്. അതിനെ അറിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ആധാരവും അതും ഒന്നാണെന്ന് നമുക്ക് തോന്നും. ഇനി ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ, എനിക്കറിയാൻ പറ്റില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. കാരണം നമ്മുടെ സ്വഭാവമാണ്. അപ്പോ നമുക്ക് മാത്രമല്ല, ഈ ശരീരമെടുത്ത അവതാര പുരുഷന്മാർക്കൊക്കെ തെറ്റിദ്ധാരണ. ഇപ്പൊ നമുക്ക് ഈ തെറ്റിദ്ധാരണ കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കരുതേ. അവതാര പുരുഷന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രൂപത്തിൽ വന്നിട്ട് അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വാൽമീകി രാമായണത്തില് ശ്രീരാമനെ ഒരു മനുഷ്യനെ സംഭവിക്കാവുന്ന എല്ലാ അനുഭവങ്ങളിലൂടെ അദ്ദേഹം നയിക്കുന്നില്ലേ? അധ്യാത്മരാമായണത്തിലെ, വാൽമീകി രാമായണത്തില് സീതയെ ലക്ഷ്മണനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പൊന്മാനെ പിടിക്കാൻ പോയി അല്ലേ? അപ്പൊ സീതയെ തനിച്ചാക്കി വരുന്ന ലക്ഷ്മണനോട് കാര്യം തിരക്കി. ഇപ്പൊ ലക്ഷ്മണൻ എന്ത് പറഞ്ഞു? അമ്മയുടെ വാക്ക് കേൾക്കാ, അത്രമാത്രം മോശമായ വാക്കുകളെ പറഞ്ഞല്ലേ? അപ്പൊ അതുകൊണ്ട് വാക്കുകൾ കേട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ വന്നേന്ന്. അപ്പൊ ശ്രീരാമൻ എന്താ പറഞ്ഞത്? നിങ്ങളല്ലാതെ ആ സ്ത്രീയുടെ വാക്ക് കേട്ട് വരുവോ? വേറെ പദം ഉപയോഗിച്ചെങ്കിലല്ലേ? അവരങ്ങനെ പലതും പറയും, പക്ഷെ അത് കേട്ടിട്ട് വരാൻ പാടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ ഒരു പക്ഷേ ലക്ഷ്മണന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ നിങ്ങൾ ആരാ വാക്ക് കേട്ടിട്ടാ വന്നേന്ന്. സീത നഷ്ടപ്പെട്ടിട്ട് ഒരു പ്രാകൃതനെ പോലെ കരയുന്നുണ്ടല്ലേ ശ്രീരാമൻ. ശരിക്കും മറ്റുള്ളവരെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത് ആരാ? ഈ ശ്രീരാമൻ. സാക്ഷാൽ പരമേശ്വരൻ ഉമയ്ക്ക് ശ്രീരാമനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? രാമം വിദ്ധി പരബ്രഹ്മം എന്നാണ്. രാമനെ പരബ്രഹ്മസ്വരൂപമെന്ന് ധരിച്ചാലും സച്ചിദാനന്ദ സ്വരൂപമാണ് രാമൻ.
അങ്ങനെയുള്ള ശ്രീരാമൻ രാമായണത്തിൽ ഒരിടത്ത് പറയുന്നു, ആത്മാനം മാനുഷം മന്യേ, ആത്മസ്വരൂപനാണ് ഞാൻ, പക്ഷേ ഇപ്പോൾ മനുഷ്യനാണെന്നറിഞ്ഞാലും. അപ്പോ വാൽമീകി രാമനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുകയാണ്. അവതാര പുരുഷനാണെങ്കിലും ചിലപ്പോൾ മനുഷ്യഭാവത്തിൽ പെരുമാറുന്നു. അപ്പൊ എല്ലാ ലൗകിക ആ അനുഭവങ്ങളുടെ ഇടയിലും അതിലിരിക്കുമ്പോഴും അതിന് അതീതമാവുന്നതാണ് ആധ്യാത്മിക കല എന്ന് പറയുന്നത്. അതാണ് ആധ്യാത്മിക വൈഭവം എന്ന് പറയുന്നത്. ഹൃദി സർവസ്യ വിഷ്ടിതം. അപ്പൊ നമുക്ക് വേറെ എങ്ങും നോക്കണ്ടെന്ന്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതിന്റെ വാസസ്ഥാനം. നാം എത്ര തീർത്ഥയാത്രകൾ നടത്തിയാലും എത്ര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്താലും നാം സ്വയം അന്തർമുഖമാവണം. അങ്ങനെ അന്തർമുഖമാകുമ്പോഴേ അന്തസ്ഥിതനായ ഈശ്വരന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഇരിപ്പിടം മനുഷ്യ ഹൃദയത്തിലാണ്. അതിനാൽ യഥാർത്ഥത്തിലുള്ള ഈശ്വരീയത മാനുഷികതയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. മാനുഷികതയെ അവഗണിച്ചുകൊണ്ട് ഒരു ദൈവികത ഇല്ല. മാനുഷികത തന്നെയാണ് ദൈവികത, ദൈവികത തന്നെയാണ് മാനുഷികത. കാരണം ഈ ദൈവികതത്വം സാക്ഷാത്കരിക്കേണ്ടത് മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ്. എങ്ങനെ പരമാത്മസ്വരൂപത്തിന്റെ വിവിധ ഭാവങ്ങൾ വിവരിച്ചു. ഇതൊക്കെ നമ്മളെ ആ തത്വത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. തുടർന്ന് അദ്ദേഹം ഇത് ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതത് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. എങ്ങനെ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം ഇവയെപ്പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞു. എൻ്റെ ഭക്തൻ ഇതറിഞ്ഞ് ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായിത്തീരുന്നു എന്ന് പറയും. തുടർന്ന് പ്രകൃതി പുരുഷന്മാരുടെ വർണ്ണനയാണ് നല്ല നാം കണ്ടുകൊണ്ടിരുന്നത്. ഈ പ്രകൃതിയെയും പുരുഷനെയും ഉഭവും അപി രണ്ടിനെയും അനാദിയാണെന്നറിഞ്ഞാലും വികാരങ്ങളും ഗുണങ്ങളുമൊക്കെ പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇതാണ് നാം ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. തുടർന്ന് 21-ാമത്തെ ശ്ലോകം. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. കാര്യ കാരണ കർത്തൃത്വേ, കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രകൃതി ഹേതു ഉച്യതേ, പ്രകൃതി കാരണമെന്ന് പറയപ്പെടുന്നു. സുഖദുഃഖാനാം ഭോക്തൃത്വേ, സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ പുരുഷ ഹേതു ഉച്യതേ, പുരുഷൻ കാരണമെന്ന് പറയപ്പെടുന്നു. ചില ഗീതാ ബുക്കുകളിൽ കാര്യ കാരണം എന്നല്ല കാര്യ കരണം എന്നായിരിക്കും. രണ്ടും ശരിയാണ്. കാര്യം തന്നെയാണ് കരണവും. കരണം എന്നാൽ ഉപകരണം. ഓക്കെ, കാരണമായാലും അർത്ഥം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ കാര്യമാണ് നാളെ കാരണമായിട്ട് തീരുന്നത്. ഇന്ന് നിങ്ങൾ മാതാപിതാക്കൾ, നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ കുട്ടികൾ. ഇനി നിങ്ങളുടെ കുട്ടികൾ വളർന്ന് അവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവർ കാരണമായി തീരുന്നു. അപ്പോൾ കാരണങ്ങളുടെ ശൃംഖലയാണിത്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാര്യം കാരണമാവുന്നു, കാരണം വീണ്ടും കാര്യമാവും.
അതിനെ ഹേതു പ്രകൃതി രുച്യതേ, പ്രകൃതിയാണ്. അപ്പൊ ഓരോ പദാർത്ഥങ്ങളും എടുത്ത് വിശകലനം ചെയ്ത് നോക്കുക. അതിന്റെ പ്രകൃതി എങ്ങനെയൊക്കെയാണ് അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കുറെ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടില്ലേ? ഒരു മധുര നാരങ്ങ, ഒരു ഇളനീര്, ഒരു മാതള നാരങ്ങ, ഇങ്ങനെ ഓരോരോ ഫലങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കുക അല്ലേ? ഒരു വാഴയില, അത് വിടരുന്നതിന് മുമ്പ് ആദ്യം സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? എത്ര സോഫ്റ്റ് ആണ്. പിന്നെ അത് മെല്ലെ 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വിടർന്നു വരും. ശരിക്കും പ്രകൃതി ഇങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ, ഇതാണ് ഈശ്വരൻ. ഭഗവാന്റെ വാഗച്ചാർത്ത് തൊഴുത പോലെയായി ഇതിനെ നമുക്ക് കാണാൻ സാധിച്ചാൽ, ഓർമ്മിക്കുക, എവിടെ സൃഷ്ടിയുണ്ടോ പ്രകൃതിയുണ്ടോ അവിടെ സൃഷ്ടാവുണ്ട്. ഈ കവുങ്ങില്ലേ, കവുങ്ങ് അടയ്ക്കാറുണ്ട്, അതിന്റെ വേര് കണ്ടിട്ടില്ലേ? എത്ര സോഫ്റ്റാണ് ആ സാധനം. കുറേ വേരുകൾ ഇങ്ങനെ, അത് മണ്ണിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. ഇത്രയും ഉയരത്തിലേക്ക്, മീറ്റർ ഉയരത്തിലേക്ക് നിൽക്കുന്ന ആ ഒരു മരത്തെ താങ്ങി നിർത്തുന്നത് ഇത്രയും സോഫ്റ്റ് ആയൊരു വേരാണല്ലോ. ഒന്ന് ആലോചിച്ചു, നമ്മളിങ്ങനെ പിടിച്ചാൽ പൊട്ടിപ്പോരും. അങ്ങനെ കുറെ വേരുകൾ ചേർന്നിട്ട് ഇത്രയും, അത് കാറ്റത്തൊക്കെ ഇങ്ങനെ ആടി, ചില ഈ തോട്ടത്തിലൊക്കെ അടയ്ക്കൊക്കെ പറിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു കവിന്റെ മുകളിൽ കയറിയിട്ട് ഒരൊറ്റ ആട്ടം അടുത്തതിന്റെ മുകളിൽ, എന്നിട്ട് അവധി ചെന്ന് കയറും. ഒന്നും പൊട്ടി വീഴുന്നില്ലല്ലേ? അതിനെ താങ്ങി നിർത്തുന്നു. അതിന്റെ പ്രകൃതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കുന്ന കാളകൾ, അവസാന നെല്ലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഏതേലും കാള പറയോ ഒക്കെ ഞാനാ ഉണ്ടാക്കിയെന്ന്? നമ്മൾ പറയും. അതിന് നെല്ലേ ആവശ്യമില്ലല്ലേ? അതൊക്കെ ഉണ്ടാക്കിയല്ലോ, വൈക്കോലും കൊടുത്തു കഴിഞ്ഞാൽ പാവം തിന്നോളും. പക്ഷെ മനുഷ്യനെല്ലാം അഭിമാനിക്കുന്നു, അത് അവന്റെ പ്രകൃതി. അപ്പൊ എത്ര തരത്തിലുള്ള ധാന്യങ്ങള്, ഫലങ്ങള്, എന്തെല്ലാം അത്ഭുതങ്ങള്. ഈ അത്ഭുത നിരകളാണ് ശരിക്കും ഈശ്വരൻ. അത് കാണാനൊരു നിരീക്ഷണ പാഠവും നമുക്ക് വേണം. എങ്കിലേ എല്ലായിടത്തും ഈശ്വരനെ ദർശിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതിങ്ങനെ നമുക്ക് തൊട്ടെണ്ണാൻ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോന്നിനെയും നമുക്ക് എണ്ണി തൊട്ട് എണ്ണാൻ സാധിക്കണം. ഈശ്വരനെ കാണാൻ സാധിക്കണം ഇങ്ങനെ. അതിനാല് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ അതിസമർത്ഥമായി ബന്ധിച്ചിരിക്കുന്നതായ, വിവരിക്കാൻ സാധിക്കാത്തതായ വൈഭവമാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായി, കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും. അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കിയ ഒരാളുണ്ടാവുമല്ലോ അല്ലേ? അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചം കാണുമ്പോൾ, ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും കാണുമ്പോൾ അത് ഉണ്ടാക്കിയ ഒരാളുണ്ടാവില്ലേ? അതിനെ സംവിധാനം ചെയ്ത ഒരാളുണ്ടാവില്ലേ? ആ ഉണ്ടാക്കിയ ആളോ എന്തായാലും ഈ ഉണ്ടാക്കിയ പദാർത്ഥങ്ങളെക്കാളും കേമനായിരിക്കും അല്ലേ? ഈ ലോകം എത്ര മനോഹരമാണ്, എത്ര പ്രായോഗികമാണ്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വൈഭവം നിറഞ്ഞ സൃഷ്ടിയാണ്. അപ്പോൾ ഈ സൃഷ്ടി തന്നെ ഇത്ര മനോഹരമാണെങ്കിൽ സൃഷ്ടാവിന്റെ കാര്യം എന്തായിരിക്കും? സൃഷ്ടിയുടെ ഭംഗി മാറി മറയുന്നതാണ്, പക്ഷേ സൃഷ്ടാവ് എന്നും സ്ഥിരമായിരിക്കും. ഈ സൃഷ്ടിക്ക് വളർച്ചയും തളർച്ചയും ഉണ്ടാവും, എന്നും ഒരുപോലെ ഇരിക്കില്ല. അതുപോലെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ പോയി കുറെ യുദ്ധമൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം
മിസ് യൂണിവേഴ്സ് പോലും എല്ലാ വർഷവും മാറി വരുന്നത് അതുകൊണ്ടാണല്ലേ, സ്ഥിരമല്ല ഇതൊന്നും. അപ്പൊ ഓരോന്നിനും അനുവദിക്കപ്പെട്ടതായ സമയമുണ്ട്, എക്സ്പയറി ഡേറ്റ് അതുണ്ട്, നമുക്കുണ്ട്. പക്ഷെ പുരുഷന് എക്സ്പയറി ഡേറ്റ് ഇല്ല. പ്രകൃതിക്ക് അന്ത്യമുണ്ട്, പുരുഷൻ അനന്തമാണ്. ഈ അനന്തതയെ ആശ്രയിച്ചുകൊണ്ട് അന്തമുള്ളതായ പ്രകൃതി സ്ഥിതി ചെയ്യുന്നു. കാര്യ കരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ആ പുരുഷൻ ഈ ശരീരത്തിൽ സന്നിഹിതമാവുന്നത് കൊണ്ട് ഈ ശരീരം ഞാനാണ് എന്ന് ഓരോരുത്തരും വിചാരിക്കുന്നു. ഉപനിഷത്ത് ക്ലാസ് ഈ ആശയം വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടതാണ് അല്ലേ. സർവശക്തനായ ഈശ്വരൻ ഈ ഒരു ശരീരത്തിൽ കുടികൊള്ളുമ്പോൾ ഇതാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നയാളാണ് ഞാനും നിങ്ങളും ഒക്കെ. പുരുഷ സുഖ ദുഃഖാനാം. അപ്പൊ സുഖിയും ദുഃഖിയും ഒക്കെ ആവുന്നത് ആരാണ്? സർവശക്തനായ ഈശ്വരൻ. ഇപ്പൊ ശരീര മനോബുദ്ധികളിൽ ആസക്തമായതുപോലെ തോന്നുമ്പോൾ, ആസക്തമായിട്ടില്ല, ആസക്തമായതുപോലെ തോന്നുകയാണ്. അപ്പോൾ പുരുഷനും പ്രകൃതിയുമായിട്ടുള്ള ഈ ഒരു അംഗീകരിക്കപ്പെടാത്ത ബന്ധമാണ് നമ്മുടെ സംസാരത്തിന് കാരണം. പൂജ്യ ഗുരുദേവന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അൺഹാപ്പി വെറ്റ്ലോക്ക്. ഈ പുരുഷനും പ്രകൃതി ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. ഭോക്തൃത്വേ ഹേതുരുച്യതേ. അത് അവിദ്യ കൊണ്ടുണ്ടായതാണ്, അജ്ഞാനം കൊണ്ടുണ്ടായതാണ്, തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായതാണ്. ആ തെറ്റിദ്ധാരണ എങ്ങനെ വന്നു എന്നറിയില്ല. വന്നു കഴിഞ്ഞു. എങ്ങനെ വന്നു എന്നന്വേഷിച്ച് സമയം കളയണ്ട. എന്നാലും വന്ന സ്ഥിതിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ പ്രകൃതിയാണ് ഈ സൃഷ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. പുരുഷൻ പ്രകൃതിയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട്, പുരുഷൻ പ്രകൃതിയിൽ ബന്ധിക്കപ്പെട്ടതുപോലെ തോന്നുകയാണ്. പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. തുടർന്ന് 22. ആരെങ്കിലും മൊബൈല് സൈലന്റിൽ ഇട്ടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇട്ടോളൂ, ചിലപ്പോ നമ്മൾ ഓർമ്മിക്കല്ലേ. 20. പുരുഷ പ്രകൃതിസ്തോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസത്യോനി ജന്മസോ. പുരുഷ പ്രകൃതിസ്ഥഃ. പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്ത് പ്രകൃതിജാൻ ഗുണാൻ, പ്രകൃതി ഗുണങ്ങളുടെ സുഖദുഃഖങ്ങളെ ഭുങ്ക്തേഹി അനുഭവിക്കുന്നു. അസ്യ ഗുണ സംഘഃ. അവന്റെ ജീവന്റെ ഗുണസംഘമാണ് സത് അസത് യോനി ജന്മസു. ഉത്കൃഷ്ട യോനികളിലും നികൃഷ്ട യോനികളിലും ജന്മമെടുക്കുവാൻ കാരണമായി തീരുന്നത്. അപ്പൊ ആ പുരുഷൻ പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ച് അഹങ്കാരത്തോടുകൂടി ഓരോന്നും അനുഭവിക്കുന്നു. എന്ത്? സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവയൊക്കെ ഇതൊക്കെ എന്നെ ആനന്ദിപ്പിക്കും എന്ന വിചാരത്തോടുകൂടി അനുഭവിച്ചുകൊണ്ടിരിക്കും.
ഇങ്ങനെ സർവശക്തനായ ഈശ്വരൻ ഒരു ശരീരത്തിൽ താതാത്മ്യം പ്രാപിച്ചതുപോലെ അനുഭവപ്പെട്ട് അതിലൂടെ എല്ലാ അനുഭവങ്ങളും വാസ്തവമാണെന്ന് കരുതി ജീവിക്കുന്നു. എത്രയോ ആളുകളുടെ നിരന്തരമായ പ്രവൃത്തി 2, 3, ചിലപ്പോൾ 4, 5 വർഷം ചെയ്തിട്ടാണ് 2, 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ നിർമ്മിക്കുന്നത്. അവർ എത്ര സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും, എത്ര സീനുകൾ വീണ്ടും വീണ്ടും എടുത്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ഷൂട്ടിംഗ് ഒക്കെ? ഒരു പാട്ട്, ഒരു ഭാഗം എടുക്കാൻ വേണ്ടി എത്ര മണിക്കൂറുകളില്ലേ? നമ്മൾ കണ്ട ആദ്യം ബോറടിച്ചു പോകും. ഇനി അങ്ങനെയൊക്കെയുള്ള ഫിലിം നിർമ്മിച്ചു. അത് തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് അംഗീകാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഒരു ഷോ ഉണ്ട്. ആരൊക്കെ ഇരിക്കും അതിനകത്ത്? അഭിനയിച്ച നടന്മാര്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, അവരെ മാത്രം ഒരു സദസ്സിൽ ആദ്യം ഒന്ന് പ്രദർശിപ്പിക്കും അല്ലേ? അവർക്ക് തൃപ്തി വരാൻ വേണ്ടി. അപ്പൊ അവരെ നടന്മാരും അവരെ കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട്, ഹീറോയും കുട്ടികളും ഒക്കെ ഉണ്ട് അതിൻ്റെ അത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകനെ ഒരാൾ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്ന രംഗം വന്നു. ആ സീൻ കണ്ടപ്പോൾ നായകന്റെ അടുത്തിരുന്ന കുട്ടി അച്ഛോന്ന് വിളിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. തന്റെ അച്ഛനെ ഇത് ഒരാൾ കൊല്ലാൻ തുടങ്ങുന്നു. അപ്പൊ അടുത്തിരുന്ന ആള് പറഞ്ഞു, നിന്റെ അച്ഛനല്ലേ അടുത്തിരിക്കുന്നത്, എന്തിനാ പേടിക്കുന്നതെന്ന്. അപ്പോ നടനായ അച്ഛൻ മകനോട് പറഞ്ഞു, മോനെ എനിക്ക് ഒരു കുഴപ്പവും, ഞാൻ അവിടെ കിടന്ന് കരയുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന്. തൽക്കാലം എടുത്തിരിക്കുന്നതാണ് അല്ലേ? നടനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം അഭിനയം മാത്രമാണ്. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോ വാസ്തവമാണ്. ഇനി കാണുന്ന കാണികൾ ചിലപ്പോ കരയില്ലേ? പോട്ടെ, കാണികൾ കരഞ്ഞാലും പോട്ടെ. ഇത് നിർമ്മിച്ച പ്രൊഡ്യൂസർ അല്ലെ സംവിധായകൻ ചിലപ്പോൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അയാൾ പോലും ചിലപ്പോ കരഞ്ഞു പോകും അല്ലേ? ഇതാണ് പുരുഷൻ പ്രകൃതിസ്ഥാനമാവുന്നത്. തന്റെ സൃഷ്ടിയിൽ താൻ തന്നെ വ്യാമോഹിതനാവുകയാണ്. ഇത് നടക്കുന്നില്ലേ? യാഥാർത്ഥ്യമല്ലേ? ഏറ്റവും വലിയൊരു കലയാണ് ജഗദീശ്വരൻ ചെയ്യുന്നത് ഇവിടെ. അദ്ദേഹം തന്നെ ഞാനും നിങ്ങളുമായിട്ട് അഭിനയിക്കുന്നു. എന്നിട്ടോ അദ്ദേഹം തന്നെ വ്യാമോഹിതനാവും. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. അതായത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അഭിനയിക്കുന്നു. എന്താണ്? പ്രകൃതിയുടെ ഗുണങ്ങൾ. സുഖവും ദുഃഖവും ജനനവും മരണവും മാനവും അപമാനവും ലാഭവും നഷ്ടവും ഈ അനുഭവങ്ങളൊക്കെ വാസ്തവമാണെന്ന് കരുതി നാം അഹങ്കാര രൂപത്തിൽ അനുഭവിക്കുന്നു. അപ്പോൾ ഈ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങളാണ് ജീവിതാനുഭവങ്ങൾ. ആ ജീവിതാനുഭവങ്ങൾക്ക് ഓരോന്നും ശരാശരി കാലഘട്ടങ്ങളുണ്ട്. പക്ഷികൾക്ക് ഇത്ര വർഷം, മൃഗങ്ങൾക്ക് ഇത്ര വർഷം, ഇഴജന്തുക്കൾക്ക് ഇത്ര, അതുപോലെ ഓരോരോ ജീവജാലങ്ങൾക്കും ഓരോ കാലഘട്ടങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കിപ്പോ മറ്റുള്ളവരുടെ ജീവജാലഘട്ടമൊക്കെ ഇപ്പൊ ചിലതിനൊക്കെ 100 കണക്കിന് വർഷങ്ങള്. ആമയ്ക്കൊക്കെ ഇല്ലേ എത്ര ദീർഘായുസാണ്. എന്നാൽ നമ്മുടെ കീഴ്പോട്ട് നോക്കുമ്പോഴോ ഈ പറവകൾ, ഈയാമ്പാറ്റകള് എത്ര അതിന്റെ ആയുസ്? ഏതാനും മണിക്കൂറുകൾ അല്ലേ? ആ ഈയാമ്പാറ്റകളൊക്കെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് നമ്മളെ കുറിച്ച് ചർച്ച ചെയ്താൽ അങ്ങനെ ഇരിക്കും. ഈ മനുഷ്യനെ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന പരമാവധി 24 മണിക്കൂറാണ്. അവർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് തന്നെ 24 മണിക്കൂറാണ് അത്രേ. അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരു 100 വർഷം വരെയൊക്കെ ജീവിക്കുന്നവര് കണക്കൂട്ടും.
അപ്പൊ ഓരോ കാലഘട്ടങ്ങളില്ലേ അത് കഴിഞ്ഞാൽ ആ അനുഭവ മണ്ഡലത്തെ അവര് വിടുന്നു. പിന്നീട് അടുത്ത ശരീരത്തിലെത്തുന്നു. സത് അസത് യോനി ബ്രഹ്മസോ. വിവേകമുള്ളതും വിവേകമില്ലാത്തതും ശരീരങ്ങളിൽ ഈ ജീവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആര്? സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ ജഗദീശ്വരൻ. പൂജ്യ ഗുരുദേവന്റെ ഗുരുദേവനായ പരമപൂജ്യ തപോൻ മഹാരാജിന്റെ അതിഗംഭീരമായ കൃതികളുണ്ട്. ഗംഗാസ്തോത്രം, ബദരീശ സ്തോത്രം, സൗമ്യകാശിഷ സ്തോത്രം, ഗദ്യരൂപത്തിലുള്ള ഈശ്വര ദർശനം, ഹിമഗിരി വിഹാരം, കൈലാസയാത്ര. ഏതിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. മഹദീ വിനഷ്ടി നിങ്ങൾ വായിക്കണം. ഞാൻ എൻ്റെ ബുക്കിന് വാങ്ങിക്കാൻ അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് തപാലിൽ വീട്ടിൽ തരും. 150 രൂപയൊക്കെ വിലയുള്ളൂ. ഇത്രയും വലിയ തപോവൻ സ്വാമിയുടെ ചരിത്ര ഈശ്വര ദർശനം മലയാളത്തിൽ കിട്ടും. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷും വരുത്താം. ഇംഗ്ലീഷാണ് ഇവിടെ ഉണ്ടാവും. ഹിമഗിരി വിഹാരം, വണ്ടറിങ് ഹിമാലയാസ് വായിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? വായിക്കണം. കൈലാസയാത്ര, തപോവൻ കൃതികളൊക്കെ വായിച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഈ അത്ഭുതം നമുക്ക് ശരിക്കും ബോധ്യാവും. ഞാൻ ഇപ്പൊ ഒരു ദൃഷ്ടാന്തം പറയാം. ഇപ്പൊ തപോവൻ സ്വാമിയുടെ ബദരീശ സ്തോത്രം 100-125 ശ്ലോകങ്ങൾ അതിൻ്റെ അകത്ത്. അദ്ദേഹം ബദ്രിനാഥില് അവിടെ പോയിരുന്നിട്ട് ദിവസവും ഓരോ പൂച്ചണ്ട് ഇങ്ങനെ ബദ്രിനാഥിനെ ഇങ്ങനെ ചൊല്ലി അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. അതാണ് ബദരീശ സ്തോത്രമായിട്ട് വന്നിരിക്കുന്നത്. ഒരിടത്ത് അദ്ദേഹം പറയുന്നു, ഹേ ബദരീനാഥ, അങ്ങ് തന്നെ ഈ ശരീരത്തെ ധരിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ ജഗദീശ്വരനായ ബദരീനാഥൻ, നീ പണ്ഡിതനാണ്, വലിയ വിദ്യകളൊക്കെ ഭൗതിക രംഗത്ത് നേടിയവനായിട്ടുണ്ട്, എന്നിട്ട് ലൗകിക അനുഭവങ്ങളൊക്കെ വാസ്തവമാണ്, സ്ഥിരമാണ്, ഇതൊക്കെ തനിക്ക് സുരക്ഷിതത്വം തരുമെന്ന് വിചാരിച്ച് ആടിനെ പോലെയും കഴുതയെ പോലെയും പെരുമാറുന്നല്ലോ എന്ന് ബദരീനാഥനോട് പറയുകയാണ്. അങ്ങ് തന്നെ ഈ മനുഷ്യരൂപം എടുത്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. ആരാ ചെയ്യുന്നത്? സാക്ഷാൽ ബദരീനാരായണൻ. അപ്പോ പുരുഷൻ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്രകാരം നേരത്തെ കണ്ട നടന്റെ കുടുംബാംഗങ്ങൾ സിനിമയിൽ കണ്ട രംഗങ്ങൾ വാസ്തവമാണെന്ന് ധരിച്ചതുപോലെ കരയുന്നു അല്ലേ? കാരണം ഗുണ സങ്കോസ്യ സത് അസത്യോനി ജന്മസോ. ഇങ്ങനെ ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളുമായ ശരീരങ്ങളിൽ കൂടി സഞ്ചരിക്കുവാൻ നമ്മൾ നിർബന്ധിതരാവുന്നു. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഇത് സൃഷ്ടിയുടെ ആരംഭം മുതൽ തുടങ്ങിയതാണ്. ഇങ്ങനെ പല ശരീരങ്ങളിലൂടെ ഒഴുകുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത്. ശതകോടി ജന്മങ്ങളത്തെ പുണ്യം കൊണ്ടാന്നാ പറയുന്നത്. സാധാരണ ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാല് ബമ്പർ ലോട്ടറി അടിക്കുന്നേക്കാളും കേമാണ് അല്ലേ? 20 കോടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബമ്പർ അടിക്കുക ഓണത്തിനൊക്കെ ക്രിസ്മസിനൊക്കെ. അതിനേക്കാളും കേമമാണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്നൊക്കെ പറഞ്ഞത്. അത്രയും പുണ്യം ചെയ്തെങ്കിൽ മാത്രമേ ഒരു മനുഷ്യജന്മം കിട്ടുള്ളൂ. ഇനി അത് കിട്ടിയിട്ടും കാര്യമില്ല, ഇങ്ങനെയുള്ള സംസ്കാരം കിട്ടണം അല്ലേ? മനുഷ്യനായിട്ട് ജനിച്ചിട്ട് മാത്രം കാര്യമില്ല, മനുഷ്യത്വം കിട്ടണം. അല്ലെങ്കിലോ ഇതിനെ വിമർശിക്കാനും പരിഹസിക്കാനും ഇങ്ങനെ ഒരു ജന്മം കിട്ടി എത്രയോ പേര് അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലേ? ഇരുകാലി മൃഗങ്ങളെ പോലെ. അതും പ്രകൃതിയുടെ ധർമ്മമാണല്ലേ, പ്രകൃതിയുടെ സ്വഭാവം. അതായത് സൃഷ്ടിയുടെ ആരംഭം മുതൽക്ക് തന്നെ സൃഷ്ടിയെ വിമർശിക്കുന്ന ഒരു വർഗത്തെ സൃഷ്ടാവ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിലല്ലേ ദുര്യോധനൻ, ശിശുപാലൻ, കംസൻ ഇവരൊക്കെ നിറഞ്ഞാടിയത്.
രാവണൻ, കുംഭകർണൻ ഇവരൊക്കെ ആടിയത് എന്തുകൊണ്ടാ? അതായത് ഇവിടെ രണ്ട് തരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാവും എപ്പോഴും. ഒന്ന് നിങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളത്, ഒന്ന് ഹിതകരമല്ലാത്തത്. ഒന്ന് അനുയോജ്യമായത്, മറ്റ് അനുയോജ്യമല്ലാത്തത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ലൗകികമായ കാര്യങ്ങളോടുള്ള ആസക്തി അത് അമിതമായിട്ട് വരുമ്പോ നമുക്ക് തോന്നും, ഓ ഈ ശരീരം പോരാ, കൂടുതൽ അനുഭവിക്കണം തോന്നും. അത് അനുഭവിക്കാനുള്ള ശക്തി ഇപ്പൊ ഈ ശരീരത്തിനില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിനെ ഉപേക്ഷിച്ച് വേറെ ശരീരത്തിലേക്ക് പോകും. ജഗദീശ്വരന്റെ അലംഘനീയമായ നിയമമാണ് ഈ പ്രകൃതിയുടെ പരിണാമം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്താദാർഢ്യമാണ് നമുക്ക് ഓരോരോ ശരീരങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരം, ഇതിനു മുമ്പ് നമ്മൾ അനുഭവിച്ച നമ്മുടെ ചിന്തകളുടെയൊക്കെ റിസൾട്ടാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഇപ്പൊ നമ്മൾ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്ത വണ്ടി ബുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേന്റെ ഗോഡൌണിലാണെങ്കിലോ സകല ടൈപ്പ് ലേറ്റസ്റ്റ് മോഡൽ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. ആകാശത്തൂടെ പോകുന്നത് വേണോ? എഴയുന്നത് വേണോ? മാളത്തിലിരിക്കുന്നത് വേണോ? പറക്കുന്നത് വേണോ? വെള്ളത്തിലൂടെ പോകുന്നത് വേണോ? ഏത് റെഡിയാണ്? അതാണിപ്പോ നമ്മളൊക്കെ ബുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ബുക്കിംഗ് പൂർത്തീകരിക്കുന്ന അവസാന ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിയുമ്പോൾ ഇവിടുന്ന് പോകും, മറ്റേ റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന വണ്ടി എന്ത് ചെയ്യാം? തൽക്കാലം റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിപ്പോ ഇടയ്ക്ക് മാറാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ അതെന്താ കാരണം? നമ്മൾ ഓരോ ശരീരത്തിലും അനുഭവിച്ച് തീർക്കേണ്ടതായ കർമ്മങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അല്ലെ പറഞ്ഞില്ലേ, പുനശ്ച ജന്മാന്തര കർമ്മയല്ലേ? അതനുഭവിക്കണം, അനുഭവിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ശരീരം എങ്ങോട്ടാ പോകണ്ടേ നമ്മൾ എങ്ങനെയാ നിശ്ചയിക്കുക? ഇവിടെ ഇരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മള്, അല്ലെ ഇപ്പൊ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോകണം, ചിലർക്ക് ഏതുപോലെ മാർക്കറ്റിൽ പോകണം, ചിലർക്ക് ബന്ധു വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. 9 മണിക്ക് ക്ലാസ് നിർത്തിയിട്ട് അവിടെ പോയിട്ട് അവരെ കണ്ടിട്ട് പോകണം, ഫ്രണ്ട്സിനെ കാണാൻ പോകണം. അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ചലനം നിശ്ചയിക്കുന്ന ആരാ? നമ്മുടെ മനസ്സല്ലേ? ഇനിയിപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിനെ നമ്മൾ ഇങ്ങോട്ട് നയിച്ചു. കാരണം നമുക്ക് അങ്ങനെയുള്ളൊരു വാസനയുണ്ട് രൂഢമായിട്ട്. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് അതാത് മണ്ഡലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഈ ഒരാഴ്ച, ഈ ഒരു സമയത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് ഈ മുളന്റെ ചിന്മയ മിഷൻ സെന്ററിൽ ഇരിക്കണമെന്ന് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. എവിടെയോ കിടന്ന നിങ്ങൾ, എവിടെയോ കിടന്ന ഞാൻ, ഇവിടെ ഒരുമിച്ച് വരണമെന്ന്. അത് ഭഗവത് സങ്കല്പമാണ്. തീർച്ചയായിട്ടും അല്ലേ? നിങ്ങളൊക്കെ പല ജില്ലകളിലുള്ള ആൾക്കാര് പല സ്ഥലത്തല്ലേ? എല്ലാവരും ഇങ്ങനെയൊരു സ്ഥലത്ത് ഒരുമിച്ച് വരുന്നു. ഇതിലാർക്കും സംശയമില്ലല്ലോ. ഈ സംശയമുള്ളവരോ സ്ഥിരം വരാത്തതേ. കാരണം വേറെ സംസ്കാരം ദൃഢമായിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഓരോ അനുഭവവും ഇന്ന രംഗങ്ങളിലൂടെ കടന്നു പോകണം എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാറ്റിക്കൂടെ നമുക്ക്? തീർച്ചയായിട്ടും മാറ്റാം. പരിശ്രമം വേണമെന്ന് മാത്രം. ഇനി ശ്രമിച്ചിട്ടും മാറ്റാൻ സാധിക്കാത്തതാണെങ്കിലോ ചിലപ്പോൾ അതിശക്തമായ ഭഗവത് നിയമങ്ങളുണ്ടാവും. നമുക്ക് മാറാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് പോലും ഒരു പരിധിയുണ്ട്. ഇപ്പൊ ദുഷിച്ച വാസനകളാണെങ്കിൽ നമുക്ക് വിവേകം തന്നിട്ടുണ്ട് അതിനെ മാറ്റി മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ നമ്മുടെ ശ്രമം പരമാവധി ഉണ്ടായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിലോ?
ചിലപ്പോൾ അതിലൂടെ കടന്നുപോയേ തീരൂ എന്നതും ഈശ്വര നിശ്ചയമാണ്. ചിലപ്പോൾ അങ്ങനെ വരില്ലേ? എത്ര ശ്രമം ഉണ്ടായിട്ടും പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഭഗവത് നാമത്തെ ചൊല്ലുവാൻ പറയുന്നത്. ഭഗവത് ചിന്തയുണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ചിന്തകൾക്കനുസരിച്ചിരിക്കും നമ്മുടെ ഗതി. സത് അസത്യോനി ജന്മസു. അതായത് ഇപ്പോൾ തന്നെ നമ്മുടെ ഗതിയൊക്കെ നിർണയിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ വിചാരങ്ങളാണ്. എങ്കിൽ ആ മനസ്സിൽ എപ്പോഴും ഈശ്വര വിചാരവുമായിട്ടിരുന്നാലോ? അങ്ങനെയാണെങ്കിൽ അന്ത്യസമയത്തും ആ വിചാരമേ വരികയുള്ളൂ. 8-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? അന്ധകാലേച്ച മാമേവാ സ്മരൻ മുക്ത്വാ കളേബരം. അവസാന സമയത്ത് ഈ ശരീരം വിട്ടുപോകുമ്പോൾ ഏത് വിചാരത്തോടെയാണ് പോകുന്നത്? അതാണ് അടുത്ത ശരീരം. എന്നാൽ ആരാണോ എന്നെ സ്മരിച്ചുകൊണ്ട് പോകുന്നത് അവരെന്നിൽ എത്തിച്ചേരും അല്ലേ? ഹൗ ഇപ്പൊ 50 ആയിട്ടുള്ളൂ, 60 ആയിട്ടുള്ളൂ, ഷഷ്ടിപൂർത്തി ആയിട്ടുള്ളൂ, ഒരു ശതാഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വിചാരിക്കാം അന്ത്യകാലത്തിൽ നിന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണോ വിചാരം? ഒരു മാർവാടി സ്വർണ്ണപ്പണിക്കാരാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കും. അദ്ദേഹം 3 ആൺമക്കളാണ്. 3 ആൺമക്കളെയും ഈ സ്വർണ്ണപ്പണിയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പൊ മക്കളൊക്കെ വളർന്നു വന്നപ്പോ ഇദ്ദേഹത്തിന് തോന്നി ഇതിൽ ലാഭമുള്ള പരിപാടി, എല്ലാവരും സ്വർണ്ണ കടയാ തുടങ്ങുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഒരു ജുവലറി സ്ഥാപിച്ചു, ഉണ്ടാക്കി. അങ്ങനെ മക്കളും അച്ഛനും ഒക്കെ കൂടെ അതിനെ വികസിപ്പിച്ച് വന്നു. കാരണം സ്വർണ്ണക്കടയെ പെട്ടെന്ന് വികസിക്കുന്നത്, പച്ചക്കറി മേടിക്കുന്നേക്കാളും ആൾക്കാർ അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? അത് 50,000 ആയാലും നമ്മൾ വിടുവോ? അപ്പോ അങ്ങനെ സ്വർണ്ണക്കട വികസിച്ചു. ഇയാളൊരു 75-80 വയസ്സൊക്കെ ആയി. എന്നിട്ടും കടയിൽ പോവും, എല്ലാ കാര്യവും നോക്കി നടത്തും. പിന്നെ ഇപ്പൊ കടയിലൊന്നും പോകാൻ വയ്യാതെ കടയൊക്കെ അപ്പോഴത്തേക്കും വലിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. വീട്ടിൽ തന്നെ ഇരിക്കും. മക്കളെ കടയൊക്കെ പൂട്ടി വന്ന് കണക്കൊക്കെ അവതരിപ്പിച്ചിട്ട് കാർന്നൂര് കിടക്കാൻ പോവുള്ളൂ. കാരണം ഇയാളുടെ ജീവൻ മുഴുവൻ ഇല്ലാത്ത കിടക്കുന്നതേ. കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് കിടപ്പായി. ഒരു ദിവസം തീരെ വയ്യ, ബോധം നഷ്ടപ്പെട്ടു. അപ്പൊ ഭാര്യ മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വയ്യ, ബോധം നഷ്ടപ്പെട്ടു, ഉടനെ ഓടി വരാൻ. അപ്പൊ മൂത്ത മകൻ വന്നു, ഇടയ്ക്കൊന്ന് കണ്ണു വന്നപ്പം പറഞ്ഞു, അങ്ങ് പേടിക്കണ്ട, ഇതാ രാധേശം അങ്ങയുടെ മൂത്ത പുത്രൻ എവിടെയുണ്ട്? ഞാനുണ്ട്. കാർന്നൂരൊന്നും വേണ്ടിയില്ല, കണ്ണടച്ചു വീണ്ടും. പിന്നെയും ബോധം പോയി. ഉടൻ തന്നെ 2ാമത്തെ ആളെ വരുത്തി. 2ാമത്തെ ആൾ ഓടി വന്നു. 2ാമത്തെ ആള് വന്നു. ഇത്തവണ കണ്ണു തുറന്നപ്പം പറഞ്ഞു, ഇതാ രാധേശ്യാമുണ്ട്, മേഘശ്യാമുണ്ട്, ഞാനുണ്ട് ഇവിടെ. എന്നിട്ടും ഒന്നും വേണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് പിന്നെയും ബോധം പോയി. അപ്പൊ പിന്നെ ഇളയാളിനെയും വിളിച്ചു. കാരണം ഇളയാളിനോട് ഇത്തിരി സ്നേഹം കൂടുതലാണ്. പിന്നെ മൂപ്പരെ കാണാഞ്ഞിട്ടായിരിക്കും. ഇത്തവണ ബോധം വന്നാൽ പറഞ്ഞു, ദാ അങ്ങയുടെ 3 ശ്യാമന്മാരും ഇവിടെയുണ്ട്, ഞാനും ഉണ്ട്. ഈ 3 പേരെയും കണ്ടപ്പോഴത്തേനും കാർന്നോർക്ക് എന്തോ പറയണമെന്നെന്തോ തോന്നി. കണ്ണുകൊണ്ടൊരു ആംഗ്യം കാണിച്ചു. അപ്പൊ മക്കൾ സന്തോഷമായി. എന്തോ നിധി ഒളിച്ചു വെച്ചിട്ടുണ്ട്, ഇതുവരെ പറയാൻ വിട്ടുപോയിട്ടുണ്ടല്ലേ? അപ്പൊ ഇനി അതും കൂടെ പറയാൻ വേണ്ടി ഞങ്ങളെ കാത്തു കിടക്കുകയാണ്. അപ്പൊ വളരെ പ്രതീക്ഷയോടുകൂടി കാതൊക്കെ അടുപ്പിച്ച് വെച്ച്, കാരണം അങ്ങനെ ജീവനില്ല, അത്രയും കഷ്ടപ്പെട്ടിരിക്കുക. അപ്പൊ അടുപ്പിച്ച് വെച്ച് പറയുന്നത് കേൾക്കാൻ ശ്രദ്ധാപൂർവ്വം കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരുന്നപ്പോ ഉള്ള എനർജി മുഴുവൻ എടുത്തിട്ട് അങ്ങ് ഒരു 3 പേരും ഇവിടെ വന്നു നിന്നപ്പോ എന്നെ കടയിലാരാ ഉള്ളേ? ഇത് പറയുകയും കാരണം ഒരു അന്ത്യശ്വാസം വരികയും ചെയ്തു. ഇതൊക്കെയാണ് അടുത്ത ജന്മത്തിൽ ഹിരണ്യകശിപു ഹിരണ്യാക്ഷനായിട്ട് മാറുന്നതേ. അല്ലാതെ വേറെ രാക്ഷസന്മാരൊന്നും അല്ല, അക്ഷികളല്ലേ. ആ കണ്ണിൽ മുഴുവൻ സ്വർണം മാത്രം, ഹിരണ്യാക്ഷൻ. അതുകൊണ്ട് കട്ടിൽ തീർത്ത് കിടക്കുന്നവൻ. നമ്മുടെ ഇതുവരെയുള്ള ചിന്തകളുടെ ആകത്തുകയാണ് അവസാന ചിന്തയായിട്ട് മാറുന്നത്. അല്ലാതെ ഇതുവരെ ഒരു ഭക്തിയില്ല, ഒന്നുമില്ല, നടന്നിട്ട് അവസാനം വയ്യാതെ കിടന്നപ്പോ ചുറ്റുപാട് വരുന്ന രാമായണം വായിക്കുന്നു. പലർത്തും കാണാം ഈ പരിപാടി അല്ലേ? വാസ്തവത്തിൽ അയാൾ ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം എന്താണ്? ഇതുവരെ ഇങ്ങനെയൊരു സംസ്കാരമില്ലാത്ത ആൾക്ക് ഇപ്പൊ നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അതും പോലും ഇഷ്ടാവില്ല. അയാളുടെ ഇടയ്ക്ക് ഇരുന്ന വല്ല രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡബ്ബാങ്കൊത്ത ഡാൻസ് വെക്കുകയൊക്കെ ചെയ്യുക, പാട്ടൊക്കെ വെക്കുക, അയാൾക്ക് അത് സന്തോഷമാവുക.
നമ്മുടെ അന്ത്യചിന്ത എന്ന് പറയുന്നത് നാം ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ചിന്തകൾക്കനുസരിച്ചായിരിക്കും. ഏതൊരു ചിന്തയ്ക്കാണോ നാം ജീവിതത്തിൽ ഉടനീളം പ്രാധാന്യം കൊടുത്തത്, ആ ചിന്തയെ അവസാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അന്ത്യത്തിൽ ഭഗവത് ചിന്ത ഉണ്ടാവാൻ വേണ്ടി ആരും മെനക്കെടേണ്ട. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജ എന്ന് ഭഗവാൻ അതാ പറഞ്ഞത്. ആ സമയത്തും എന്റെ വിചാരത്തോടുകൂടി, എന്റെ ചിന്തയോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളെ ചെയ്യും. എത്ര നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓരോ കർമ്മവും അദ്ദേഹത്തിന്റെ പൂജയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു ഗൃഹലക്ഷ്മിയാണെങ്കിൽ, നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ, ആ അടുക്കളയിലേക്ക് കയറുമ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറുമ്പോൾ ഓർമ്മിക്കുക, എന്റെ പൂജയാണ് പാചകയജ്ഞവും ഗൃഹലക്ഷ്മിയാ. അപ്പൊ എന്ത് ചെയ്യുക? പൂജാമുറിയിലൊക്കെ പോയി വിളക്ക് കൊളുത്തി അവിടെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അടുക്കളയിൽ 100 ജോലിയുണ്ട്. അടുക്കളയിൽ നിന്നും പറയണ്ട. രണ്ടാമത്തെ പൂജാമുറിയിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. അവിടെ സ്റ്റൗ ആവുന്ന നിലവിളക്ക് കൊടുത്തിട്ട് പൂജ അങ്ങോട്ട് തുടങ്ങിയോള്. അപ്പൊ എന്താ ആദ്യം ചെയ്യണ്ടേ? ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം, ഭർത്താവിന് കൊണ്ടുപോകണം, കുട്ടികൾക്ക് കൊണ്ടുപോകണം. അരിയൊക്കെ കഴിയും അടുപ്പ് കിട്ടും. അരി തന്നെ കിടന്നോ എന്തോളൂ, നമ്മളെ കൂടെ പോകുമൊന്നും വേണ്ടല്ലേ. പിന്നെ എന്താ ചെയ്യാ? ഉപ്പേരി ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം, പല പരിപാടിയുണ്ടേ. ഇതിനൊക്കെ കുറെ കൈ ചെയ്താൽ മതി. വായിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക? വല്ല ഭഗവാന്റെ നാമമൊക്കെ ചൊല്ലാൻ അറിയാമെങ്കിൽ ചൊല്ലുക. സഹസ്രനാമമൊക്കെ അറിയാമെങ്കിൽ. ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടില്ല, മൊബൈലിലൊക്കെ എല്ലാം കിട്ടുമല്ലോ. അതങ്ങൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി. അത് പാടുന്നതിന്റെ കൂടെ ചൊല്ലിയാലും മതി അല്ലേ. അങ്ങനെ മന്ത്രജപത്തോടെ നാമജപത്തോടെ പാചകം എന്ന യജ്ഞം ചെയ്താൽ പാചകയജ്ഞവും ഗൃഹലക്ഷ്മിയായിട്ട് മാറുന്നു. നമ്മുടെ ആഹാരത്തിലുള്ള ഒരു പ്രധാന ദോഷമാണ് ആശ്രയദോഷം. നമ്മളാരും നമ്മുടെ ടെറസിൽ ഉണ്ടാക്കിയാലും തന്നെയല്ല കഴിക്കുന്നത് അല്ലേ. അത് ആന്ധ്രയിലും പഞ്ചാബിലും ഒക്കെ ഉണ്ടായ അരിയും പച്ചക്കറിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൃഷിക്കാരന്റെ കണ്ണുനീരുണ്ടാവില്ലേ? അത് നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു കടം മൂലം? അവന്റെ കണ്ണുനീരുണ്ടാവില്ലേ? ആ പ്രകൃതി എല്ലാം കൊടുത്തല്ലേ എന്നെ വളർത്തിയിരിക്കുന്നത്. അത് തൊഴിലാളികൾക്ക് മര്യാദക്ക് പോരിയിട്ടില്ല. അവന്റെ കണ്ണുനീരുണ്ടാവില്ലേ? എത്ര പേരെ രക്തവും വേർപ്പും ഒക്കെ അതിൻ്റെ അകത്തുണ്ടാവും, കണ്ണുനീരുണ്ടാവും. അങ്ങനെയുള്ള ഒരു അന്നമാണ് നാം പാചകം ചെയ്യുന്നതെങ്കിൽ അവരുടെയൊക്കെ മനസ്സാന്നതില്ലേ. ഇതിനാണ് ആശ്രയദോഷം എന്ന് പറയുന്നത്. ആഹാരത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അംശമാണ് നമ്മുടെ മനസ്സായിട്ട് മാറുന്നത് അല്ലേ. ആ അന്നം നമ്മൾ പാചകം ചെയ്ത് കഴിച്ചാൽ നമ്മുടെ മനസ്സും അങ്ങനെ ആവില്ലേ. അങ്ങനെയുള്ള കണ്ണുനീരും വിഷപ്പും ഇതെല്ലാം ബുദ്ധിമുട്ടൊക്കെ നമ്മളെ ബാധിക്കില്ലേ കഴിക്കുന്നവരെ. ഒരു വീട്ടമ്മ ഗൃഹലക്ഷ്മി മന്ത്രജപത്തോടെ നാമജപത്തോടെയാണ് ഈ അന്നം പാചകം ചെയ്യുന്നതെങ്കിൽ സകല ആശ്രയദോഷവും അവിടുന്ന് മാറും. അത് പ്രസാദമായിട്ട് മാറും അല്ലേ. ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടില്ലേ, തടപ്പള്ളിയില് മറ്റൊരു കാര്യം പ്രവേശിപ്പിക്കല. അവിടെ ഭഗവാന്റെ മൂലമന്ത്രമൊക്കെ ചൊല്ലി ആ പായസമൊക്കെ ഇളക്കുന്ന സമയത്ത് നാമം ചൊല്ലിക്കൊണ്ടാ ചെയ്യുന്നത്. കമ്മിറ്റിക്കാരും ഇടയ്ക്ക് നോക്കണേ. ഈ ഇടയ്ക്ക് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ നോക്കി, അവിടെ അടച്ചുവിട്ടിട്ടുണ്ട്. നല്ല സാറിന് നോക്കുമ്പം തിരുമേനി ഇങ്ങനെ ഒരു കസേര ഇട്ടിട്ട് മനോരമ പത്രവും വായിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. സംഭവിക്കാം അല്ലേ. അല്ലെങ്കിൽ മൊബൈലും നോക്കിക്കൊണ്ട്. അത് കമ്മിറ്റിക്കാരുടെ ഡ്യൂട്ടിയാണ്. അവിടെ മന്ത്രജപത്തോടെ നാമജപത്തോടെ വേണം ഏറ്റവും ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം ഒരു ഗൃഹലക്ഷ്മി വീട്ടിലടുക്കളയിലും. അപ്പൊ ആ പൂജാമുറി അല്ല, അടുക്കള പൂജാമുറി പോലെയാവും. ഏറ്റവും വൃത്തിയോടെ സൂക്ഷിക്കണം. അവിടെ അന്നമാണ് പാകം ചെയ്യുന്നത്. അത് കഴിക്കുന്ന കുട്ടികൾക്കും ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകളെ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും പരാതി പറയും, കുട്ടികൾക്കൊക്കെ മനസ്സിന് ഏകാഗ്രതയില്ല, ആ ടെൻഷനാണ്, അതാണ് ഇതാണെന്നില്ലേ. ഈ ഒരു ഭാവനയോടെയാണ് നമ്മുടെ കുട്ടികൾക്ക് കന്നം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, സാത്വികഭാവം ആ കുടുംബാംഗങ്ങൾ തന്നെ ഉണ്ടായിക്കോളും. ഒരു ഗൃഹലക്ഷ്മി വിചാരിച്ചാൽ മതി ഇല്ലേ. ഏറ്റവും വലിയ ഈശ്വര പൂജയല്ലേ നമ്മൾ ചെയ്യുന്നത്. സാത്വിക ഫുഡ് ആയിരിക്കണം കേട്ടോ, അല്ലാതെ വേറൊന്നും ഈ ഭാവനയോടെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സാത്വിക ചിന്തകളെ വരുള്ളൂ. ഇനി വേറെ കർമ്മത്തിലേക്ക് പോകും. ഒരു കൃഷിക്കാരനാണെങ്കിൽ പാടത്തെ ജോലി ചെയ്യുമ്പോഴും ഓർമ്മിക്കണം ഈ ചിന്ത ഇല്ലേ. ഇത് കഴിച്ചിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പൊ അധികം വിഷമൊന്നും അടിക്കാൻ തോന്നില്ല. കൃഷിക്കാരനെ നമ്മൾ മാനിക്കണം. ഒരു ടീച്ചറാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കുട്ടികളെ ഈശ്വരനായി കണ്ടുകൊണ്ടാണ് ക്ലാസ് എടുക്കേണ്ടത് അല്ലേ. ഭഗവാന്റെ അർച്ചനയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ. ആ ഒരു ഭാവന വേണം. ഒരു ഓഫീസർ ഫയൽ നോക്കുന്ന സമയത്ത് അതിന്റെ പിന്നിൽ ഓരോ കുടുംബത്തിന്റെയും വയസ്സാണ് ഇരിക്കുന്നത് അല്ലേ.
അപ്പോ അത് ചുവപ്പ് നാടയിട്ട് കെട്ടിവെക്കേണ്ടതല്ല. ഞാനിവിടെ ചെയ്യുന്ന ഭഗവാന്റെ പൂജയാണ്. ഞാനില്ലെങ്കിൽ വേറെ ആൾ ചെയ്യും. പക്ഷെ ഭഗവാൻ എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ് ഈ ഇവരെ സേവിക്കാൻ വേണ്ടി. അപ്പൊ താൻ ചെയ്യുന്നത് ഭഗവാന്റെ പൂജ എന്ന ഭാവത്തോടെ ചെയ്യുമ്പോൾ അവർക്ക് ആ ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടർ തന്റെ അടുക്കിലേക്ക് വരുന്ന ഓരോ രോഗിയിലും ഈ ഭാവം കാണാൻ സാധിച്ചാൽ അവരെ പോക്കറ്റ് മാത്രം നോക്കി ചികിത്സിക്കില്ല. ഈ ഒരു ഈശ്വര പൂജ എന്ന ഭാവം വരും അല്ലേ? കരോഷി യശ്നാസി ജുഹോഷി തപസ്യകൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. ഈ അതൊന്ന് ചെയ്താലും യാതൊരു പൂജ ചെയ്താലും എന്തൊക്കെ ചെയ്താലും അതെന്റെയൊക്കെ ആരാധനയായിട്ട് ചെയ്യും. സതതം കീർത്തയന്തോ മാം. 365 ദിവസവും സതതം 24 മണിക്കൂറും നാം ചെയ്യുന്നത് ഭഗവത് ആരാധന മാത്രം. ആധ്യാത്മികത എന്ന് പറയുന്നത് പൂജാമുറിയിലും ക്ഷേത്രത്തിലും ആശ്രമത്തിലും വരുമ്പോൾ മാത്രമല്ല, സദാസമയവും സതതം. ഒരു പാർട്ട് ടൈം പരിപാടിയല്ല ആധ്യാത്മികത. ഈ ഒരു ഭാവന നമുക്ക് കൊണ്ടുവരും. എല്ലാ കാലത്തും എന്നെ മുൻനിർത്തി യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവത് വിചാരത്തോടെ ചെയ്ത യുദ്ധം പോലും ഭഗവാന്റെ പൂജയായിട്ട് മാറുമെന്നാ പറഞ്ഞതില്ലേ? എന്തൊരു ഭാവനയാണ്! ഇനി ഒരു ഭാവന ഇല്ലാതെ നിങ്ങൾ പോയി വൈദിക കർമ്മം ചെയ്താൽ അത് യുദ്ധമേ ആവുള്ളൂ. ദക്ഷയാഗത്തിൽ നമ്മൾ കണ്ടതല്ലേ? വലിയ ആരാധനയാന്ന് പറഞ്ഞു, പക്ഷെ ഭഗവാനെ നിന്ദിക്കാനായിരുന്നു. അത് അയാളുടെ നാശത്തിൽ പോയില്ലേ? ഇവിടെ യുദ്ധമാണ് പറയുന്നത്. യുദ്ധം ഭഗവാന്റെ പൂജയായിട്ട് മാറുന്നു. കാരണം അർജുനന്റെ ധർമ്മം ക്ഷത്രിയന്റെ ധർമ്മ ചെയ്യുന്നത്, അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഏത് കർമ്മമായാലും ഇങ്ങനെ ഒരു ചിന്തയെ മുൻനിർത്തി ചെയ്തുകൊള്ളൂ, യാതൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം നാം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നമ്മളെ സമർപ്പിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിധത്തിലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇനി വേറൊരു ജന്മം എടുക്കേണ്ടി വന്നാൽ പോലും ഒരു അധോഗതി ഉണ്ടാവില്ല. ഇതൊക്കെ അർജുനോട് 6-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ടല്ലേ? ചിന്നാഭ്രം ഇവ നശ്യതി എന്നൊക്കെ. ആകാശത്തിന്റെ ചിഹ്നിച്ചിത്ര നക്ഷത്രങ്ങളെ പോലെ ആവില്ലേ? നമ്മൾ ആധ്യാത്മികതയിലേക്ക് വരികയും ചെയ്തു, ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല. ഇല്ലത്തൊന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തെത്തിയില്ലേ? അപ്പൊ അങ്ങനെ ആവില്ലേ എന്ന് ചോദിക്കുമ്പോ നഹി കല്യാണ കൃത്കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. എന്നെ അന്വേഷിച്ചിറങ്ങിയാൽ ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഒരു ദിവസമാണ് അതിലേക്കൊന്ന് ശ്രമിച്ചെങ്കിൽ പോലും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കും. ചിലപ്പോൾ ഈ ജന്മത്തെ സാധിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം ആ ഒരു ദിവസം കുറച്ച് പിന്നെ ചെയ്താൽ മതി. അതാണ്, അതവിടെ ഉണ്ടാവും. പക്ഷേ ഒരു ഗീതാ വിദ്യാർത്ഥിയുടെ ചിന്ത അങ്ങനെ ആവരുതേ. ഈ ജന്മത്തിൽ ഇതൊന്നും സാധിക്കുമെന്ന് തോന്നില്ല, അടുത്ത ജന്മത്തിൽ നോക്കാവുന്നത്. കാരണം ഇതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മം. അങ്ങനെ ഒരു ജന്മം കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നമ്മളൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നോക്കൂ, നമ്മുടെ കൂടെ തന്നെയുള്ള എത്രയോ പേരുണ്ട്. ചിലപ്പോൾ ക്ലാസ്സിന് വന്ന് പക്ഷെ സാധിക്കുന്നില്ല. ചിലപ്പോൾ 1-ാം ദിവസം വന്നിട്ട് പിന്നെ കണ്ടിട്ടില്ലേ ചിലരെ? ഇല്ലേ, നമുക്ക് കണ്ടിട്ടില്ലേ? കാരണം നമ്മൾ പ്രയോറിറ്റി വേറെ പലതിനുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതൊക്കെ ശരിയായിട്ട് വരാം. അപ്പൊ ഇനിയൊരു ജന്മം കിട്ടിയിട്ട് വേണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഗീത കേൾക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും യഥാർത്ഥ ഗീതാസ്വാദമാകാൻ സാധിച്ചിട്ടില്ല. എന്തേ? ജന്മം കിട്ടിയപ്പോ എന്താ കുഴപ്പം? ഒരു റോയൽ ഫാമിലിയിലെ ജനിക്കുന്നെങ്കിലോ, അംബാനിയുടെ മകനായിട്ടോ അല്ലെങ്കിൽ അടുത്ത ജന്മം അങ്ങനെയൊക്കെ ആയിക്കൂടെ? ഓർമ്മിക്കുക, ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. നേരത്തെ കണ്ടു കഴിഞ്ഞു. ഏത് ജന്മമായാലും ഈ പറഞ്ഞ ഘട്ടത്തിലൊക്കെ കടന്നു പോണം നമ്മള്. നല്ല പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയൂല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്യൂസ് തരും, അവിടെ ഇരുത്തും, നിങ്ങളെ ഇങ്ങോട്ട് വന്ന് സാർ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും. അതാണല്ലോ മാതൃകാ പോലീസ് സ്റ്റേഷൻ അല്ലേ? പക്ഷെ അവിടെ ഇരുന്നോളാൻ പറയുന്നത് ഇഷ്ടാവോ? അയ്യോ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ മാതൃകാ പോലീസ് സ്റ്റേഷനിലാണ് പോയെന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? അയ്യേ, അവൻ പോലീസ് കയറിയെന്നാ പറയുക അല്ലേ? നല്ല ഹോസ്പിറ്റലുണ്ടോ?
എല്ലാവിധ സംവിധാനത്തോടും കൂടിയ ഹോസ്പിറ്റലാണ് അല്ലേ, 5 സ്റ്റാർ ഹോസ്പിറ്റല്. ആർക്കെങ്കിലും ഇഷ്ടാവോ ഒരു ദിവസം കൂടുതൽ അവിടെ കഴിയാനായിട്ട്? ഇത് തന്നെയാണ് ജന്മമൃത്യു ജരാവ്യാധി, നമ്മുടെ ജന്മവും. ഏത് റോയൽ ജന്മമാണ് നമുക്ക് കിട്ടിയെങ്കിലും ഈ പറയുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ട് വരും. ഇത്തിരി കൂടുന്ന മാത്രമേ ഉള്ളൂ അല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ. പക്ഷെ ഇതിലൊന്നും മുക്തിയില്ല. രോഗത്തിൽ നിന്നോ വിശപ്പിൽ നിന്നോ ദാഹം എല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയൊരു ജന്മം എന്നൊരു ചിന്തയൊന്നും വേണ്ട. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു. അപ്പൊ ജഗദീശ്വരൻ സർവശക്തനായ അദ്ദേഹം എങ്ങനെയോ ഈ ശരീരവുമായി താതാത്മ്യപ്പെട്ടതുപോലെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നതാണ് ജീവൻ, അഹങ്കാരം, ഞാനും നിങ്ങളും. ഈ ഞാനും നിങ്ങളുമാണ് ഇവിടെ പലതരത്തിലുള്ള ആ ഒരു വ്യഥകളിലൂടെ, ക്ഷണികമായ സുഖങ്ങളിലൂടെ കടന്നു പോകുന്നത്. താൽക്കാലികമായ ജീവിത സുഖങ്ങളിലും നേട്ടങ്ങളിലും അധികാരങ്ങളിലുമൊക്കെ ആ സുഖഭോഗങ്ങളിലൊക്കെ ആസക്തരാവാതെ ജീവിത യാഥാർത്ഥ്യമായ സത്യത്തെ മനസ്സിലാക്കി ഇവിടെ വെച്ച് തന്നെ ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കണം നമുക്ക്. അത് മരണസമയത്തോ മരണത്തിന് ശേഷവുമല്ല. ഈശ്വര പ്രാപ്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സാധിക്കുമെന്നാണ് ഗീത പറയുന്നത്. അടുത്ത ശ്ലോകം അത്യന്തം ഹൃദയസ്പർശിയാണ്. നാം അന്വേഷിക്കുന്ന ഭഗവാൻ എങ്ങനെ നിലകൊള്ളുന്നുവെന്ന് ഭഗവാൻ യാതൊരു വൈമനസ്യവുമില്ലാതെ പ്രഖ്യാപിക്കുവാണ് 23-ാമത്തെ ശ്ലോകത്തില്. ഉപദ്രഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തഃ ദേഹേസ്മിൻ പുരുഷഃ പരഃ ഉപദ്രഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തഃ ദേഹേസ്മിൻ പുരുഷഃ പരഃ അസ്മിൻ ദേഹേ ഈ ദേഹത്തിൽ വിളങ്ങുന്ന പരഹ പുരുഷ പരമപുരുഷനെ ഉപദ്രഷ്ട സാക്ഷിയെന്നും അനുമന്ത അനുമതി നൽകുന്നവനെന്നും ഭർത്ത ഭരിക്കുന്നവനെന്നും ഭോക്ത ഭോക്താവെന്നും മഹേശ്വര മഹേശ്വരനെന്നും പരമാത്മാ ച അഭി പരമാത്മാവെന്നുമൊക്കെ ഇതി ഉക്തം പറയപ്പെടുന്നു. ഉപദ്രഷ്ട നമ്മെ എപ്പോഴും അടുത്തു നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നയാള്. ഉപദൃഷ്ട ഉപന്നടുത്ത് അടുത്ത് നിന്ന് നമ്മളെപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു കാര്യവും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറയണ്ട. ഉപദൃഷ്ട സദാ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ്. എന്നാലും നമ്മൾ എന്താ ചെയ്യുന്നു പറയാ, എന്നാലും കൃഷ്ണ നിനക്കറിയില്ലല്ലോ എന്റെ കാര്യം. അദ്ദേഹം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് എന്ന് പറയുന്നത് അല്ലേ. തുടക്കം അങ്ങനെയാണ്, ഇൻട്രഡക്ഷൻ. എന്നിട്ടോ ലിസ്റ്റ് കൊടുക്കും പറയാനുള്ളതൊക്കെ. അപ്പൊ അവിടെ നിന്ന് പറയാൻ സമ്മതിക്കില്ല, കാരണം അവിടെ കാവൽക്കാരോ തിരക്കുള്ള അമ്പലത്തിനാണ് ഓടിച്ചു കൊടുക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? പ്രദക്ഷിണം. ചിലപ്പോ ഈ 3 പ്രദക്ഷിണം കഴിഞ്ഞാലും ചിലർക്ക് ലിസ്റ്റ് തീരില്ല. അയ്യോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇപ്പൊ ഒന്നുകൂടെ പ്രദക്ഷിണം.
നാം പറഞ്ഞിട്ട് വേണോ അദ്ദേഹത്തിന് നമ്മുടെ കാര്യം അറിയാൻ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ സർവജ്ഞതയെ ചോദ്യം ചെയ്യലല്ലേ? ഉപദ്രഷ്ട. വാസ്തവത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടാണ്. നിങ്ങൾ അറിയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞിട്ടാണല്ലേ? അദ്ദേഹം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പോയി ചോദിച്ചിട്ട് കിട്ടാത്തത്. ചോദിക്കാതെ ചിലർക്ക് കിട്ടുന്നുണ്ടല്ലേ? നമുക്കെന്താണ് ആവശ്യമെന്ന് നമ്മളെക്കാളും വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. പ്രാർത്ഥനയും പ്രയത്നവും പോലും ഇല്ലാതെ പല സാധനം നമുക്ക് കിട്ടുന്നല്ലേ? പ്രയത്നം ഉണ്ടായിട്ടും ചിലത് കിട്ടാതെ പോകും. ഉപദൃഷ്ട. അദ്ദേഹം ഇങ്ങനെ ഒളിക്യാമറയുമായിട്ട് കാത്തിരിക്കുകയാണ്. ചിത്രഗുപ്തൻ എന്നൊക്കെ നമ്മൾ പറയുക അല്ലേ? ഗുപ്തമായിട്ട് ചിത്രം എടുക്കുന്നയാള് അദ്ദേഹത്തിന്റെ ഏജന്റാണ്. അദ്ദേഹം വിട്ടിരിക്കുന്ന ആളാണ് മന്ത്രി. എല്ലായിടത്തും ഇരിക്കും. നമ്മൾ കാണുന്നതൊക്കെ പിടിച്ചിരിക്കും. ചില സത്വം നമ്മളിരുന്ന് ചോദിക്കും, ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തിരിക്കുന്നേന്ന്. അപ്പൊ അദ്ദേഹം ക്യാമറയിൽ എടുത്ത് കാണിക്കും. അപ്പൊ അങ്ങനെയാണ് കേരളത്തിലൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോന്ന് അറിയില്ലല്ലേ? ഡ്രൈവിംഗ് ഒക്കെ തെറ്റിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും പിഴ, ചിത്രസഹിതം. ക്യാമറ ഉണ്ടല്ലേ? ക്യാമറ. ഉപദൃഷ്ട. നമ്മുടെ എല്ലാ ചലനങ്ങളും അടുത്തുനിന്ന് നോക്കുന്നു, അടുത്തുനിന്ന് കാണുകയും അടുത്തുനിന്ന് നമ്മളെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പലതും ചെയ്യാനൊക്കെ തുടങ്ങുമ്പോ വേണ്ട കേട്ടോ, വേണ്ട വേണ്ട എന്നുള്ളിൽ നിന്ന് മന്ത്രിക്കാറില്ലേ? നമ്മളെന്താ പറയാ? തൽക്കാലം ഒരെണ്ണം മിണ്ടാണ്ടിരിക്കും അല്ലേ? മിണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടും അദ്ദേഹം നമ്മളെ ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഉപദൃഷ്ട. അനുമന്ത. ഒരു കർമ്മം ചെയ്യുന്നതിനും ഓരോ കർമ്മം ചെയ്യുന്നതിനും നമുക്ക് അനുമതി നൽകുന്നയാൾ അനുമന്ത. ഇങ്ങനെ സദാസമയവും ഭഗവാൻ ക്ഷേത്രത്തിൽ മാത്രമല്ല, തീർത്ഥസ്ഥാനങ്ങളിൽ മാത്രമല്ല, പൂജാമുറിയിൽ മാത്രമല്ല, അദ്ദേഹം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിശേഷേണ സ്ഥിതി ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയും മുന്നോട്ട് പോകുന്നതിനുള്ള അറിവും അംഗീകാരവും നൽകിക്കൊണ്ട് അനുമന്ത. ഭർത്ത. അദ്ദേഹം എല്ലാത്തിനെയും ഭരിക്കുന്നു. ഗീതാ മഹാത്മ്യത്തില് 7-ാം ശ്ലോകത്തില് ഭഗവാൻ ഭൂമിദേവിയോട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ ലോകത്തെ പരിപാലിക്കുക എന്ന്. ഗീതാജ്ഞാനമുപാശ്രിത്യ 3 ലോകാൻ പാലയാമ്യഹം. ഈ ഭഗവത്ഗീതയെ ആശ്രയിച്ചിട്ടാണ് ഞാൻ ഈ 3 ലോകങ്ങളെയും ഭരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം ഗീതയെ ആശ്രയിച്ചാണ് ഭരിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് നമ്മുടെ വീട് ഭരിച്ചുകൂടെ? നമ്മുടെ ഓഫീസ് ഭരിച്ചുകൂടെ? നമ്മൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ നയിച്ചുകൂടെ? ഭർത്ത. യാതൊരു വിധത്തിലുള്ള ദയവുമില്ലാതെ അദ്ദേഹം പ്രപഞ്ച പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് കൂടുതൽ ആനുകൂല്യം, ചിലർക്ക് റിസർവേഷൻ, ചിലർക്ക് പ്രത്യേക സംരക്ഷണം. ഈ വക പരിപാടികളൊന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിലില്ല കേട്ടോ. എല്ലാവർക്കും സമം. നിഷ്പക്ഷമായ ഭരണരീതിയാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ. പ്രീണനമൊന്നുമില്ലെന്ന്. അപ്പൊ നമ്മൾ അതുകൊണ്ട് പുറത്തു കൂട്ടിയിരിക്കുക അല്ലേ? അപ്പോ എല്ലാ വൈകല്യങ്ങളുണ്ട്. ഇപ്പൊ ചന്ദ്രനിലും കളങ്കം ഉണ്ടാകുന്നതുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിന് പോലും അപമാനം നേരിടേണ്ടി വരുന്നു. ശ്രീരാമചന്ദ്രജിക്ക് അനിശ്ചിതാവസ്ഥ നേരിടേണ്ടി വരുന്നു. അഭിഷേകം മുടങ്ങുന്നു. സ്വന്തം രാജ്യം വിട്ട് വനത്തിലേക്ക് പോകേണ്ടി വരുന്നു അല്ലേ?
കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നിയമത്തെ ആദരിക്കുന്നത് കൊണ്ടാണ്. ഇത് നമ്മുടെ നോ പാർക്കിംഗ് ബോർഡൊക്കെ കാണാൻ പലയിടത്തും. ആ ബോർഡിന് താഴെ പോലീസ് വണ്ടി തന്നെ കൊണ്ട് പാർക്ക് ചെയ്യും. നിയമം പാലിക്കേണ്ടവർ തന്നെ അതിനെ ലംഘിക്കുന്ന കാണാം അല്ലേ? ഗീത ഉപദേശിക്കുന്ന ഒരു സേനാ മേധാവിയോടാണ്. ഇന്ന് സൈന്യത്തിൽ പോലും അഴിവ് നടക്കുന്നു. അച്ചടക്കത്തിന്റെ സേനയാണല്ലേ? മുമ്പൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഈ യുദ്ധത്തില് ശ്രീകൃഷ്ണ പരമാത്മാവ് പരമാവധി നിഷ്പക്ഷതയാണ് പാലിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ആ അഭിമന്യു കേവലം 16 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ആള് തന്റെ മുമ്പിലല്ലേ കൊല്ലപ്പെടുന്നത്? തടയാൻ മേലായിരുന്നോ? അതിനെയും പ്രകൃതിക്ക് വിട്ടുകൊടുക്കുന്നു അല്ലേ? തടയാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഭോക്ത, സമസ്തവും അനുഭവിക്കുന്നയാൾ. ഈ പ്രപഞ്ചത്തിലെ സകല ശരീരങ്ങളിലൂടെയും സകല മനസ്സുകളിലൂടെയും എല്ലാത്തിനെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൻ ഭോക്ത. സമസ്തത്തിന്റെയും ഉടമസ്ഥൻ അദ്ദേഹമാണ്. നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്, അല്ലാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയല്ല. ഈ ശരീരവും അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. അതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അഹങ്കരിക്കാൻ പാടില്ല. പോകുമ്പോഴോ തന്നതെല്ലാം തിരിച്ചേൽപ്പിച്ചിട്ടാ പോകുന്നത് അല്ലേ? എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ സമ്പത്തുകള് ഒന്നും ലോക്കറി വെച്ച് പൂട്ടിയിട്ടില്ല. ഇഷ്ടം പോലെ എടുത്തോണ്ട് പൊക്കോളാനും പറഞ്ഞ് തന്നിരിക്കുവാണല്ലേ? വാരി വിതറിയിട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പോയി എടുക്കാം. പക്ഷെ ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. എല്ലാത്തിനെയും കസ്റ്റോഡിയൻ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിൽ പറയുന്നുണ്ടല്ലേ, നിധി, ആ സൂക്ഷിക്കുന്നയാള്, ട്രസ്റ്റിയാണ് അദ്ദേഹം. നാം കണ്ടുപിടിക്കാത്തതായ എത്രയോ സമ്പത്തുകള് ഇപ്പൊ നമ്മളൊക്കെ ഇടയ്ക്ക് വിചാരിക്കും ഈ സ്വർണ്ണമൊക്കെ തീർന്നു പോയാൽ എന്ത് ചെയ്യുന്നു? എത്രയാ പുതിയ കരികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പെട്രോൾ തീർന്നാൽ എന്ത് ചെയ്യും? ഭൂമിയിലെ സമുദ്രത്തിൽ നിന്ന് എടുക്കുന്ന നമ്മളല്ലേ? ഗ്യാസ്, പുതിയ പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഓരോ സ്ഥലങ്ങളിലും. നമുക്ക് ഭൂമിയിൽ പോയി കൃഷി ചെയ്യാം. പക്ഷേ അനുയോജ്യമായ മഴയും വെയിലും ഒക്കെ തന്ന ഉൽപാദനം നടത്തേണ്ടത് പ്രകൃതിയാണ് അല്ലേ? കാർഷിക രാജ്യമാണ് നമ്മൾ. ഇവിടെ കാലാവസ്ഥയെ ആശ്രയിച്ചല്ലേ ഇതൊക്കെ നിൽക്കുന്നത്. ചില വർഷങ്ങളിൽ മഴ കൂടിയാൽ, മഴ കുറഞ്ഞാൽ വില കയറ്റമൊക്കെ ഉണ്ടാവില്ലേ? ക്ഷാമം ഉണ്ടാകുന്നു, ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു. ഒരു നെൽമണി അനേകം നെൽമണികളാവുന്ന വിദ്യ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ എത്ര ടെക്നോളജി വികസിച്ചാലും. ഇവിടെയുള്ള സമസ്തത്തിന്റെയും ഉടമസ്ഥൻ അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം മഹേശ്വരനാകുന്നു. മഹേശ്വരൻ എന്നാൽ എല്ലാത്തിനെയും ഭരിക്കുന്നയാൾ. സൂര്യനെയും നക്ഷത്രങ്ങളെയും അനേകം ജ്യോതിർഗോളങ്ങളെയും പ്രപഞ്ചത്തിലെ സകല ശക്തികളെയും അടക്കി ഭരിച്ച് തന്റെ നിയന്ത്രണത്തിൽ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മഹേശ്വരൻ എന്ന് പറയുന്നു. പരമാത്മാ ഇതി ഉക്തഃ, അദ്ദേഹത്തെ പരമാത്മാവെന്ന് പറയുന്നു. ഈ പറയപ്പെടുന്നതായ ആൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ദേഹേസ്മിൻ പുരുഷ പരഃ. ഭഗവൽ സാന്നിധ്യം നമ്മുടെ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് എത്ര ആശ്വാസം നൽകുന്ന വാക്കാണ്. നമ്മുടെ ദേഹത്തെക്കുറിച്ചോ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചോ ചിലപ്പോൾ നമുക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് എത്ര വലിയ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പരമ പുരുഷൻ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഈ ശരീരം.
അതിൻ്റെ ആദരവ് അതിന് കൊടുക്കുക. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ തന്നെയാണ് വസിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഉള്ളിലല്ല, വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപമായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല, കാരണം അദ്ദേഹം നാം തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെ തള്ളാൻ പറ്റില്ല, കൊള്ളാനും പറ്റില്ല, കാരണം ഭഗവാൻ നമ്മുടെ സ്വരൂപമാണ്. നാം അദ്ദേഹത്തിൽ എത്തിച്ചേരുകയല്ല, നാം അദ്ദേഹമാണെന്ന് സാക്ഷാത്കരിക്കുകയാണ്. പ്രാപിക്കുകയാണെങ്കിൽ നാം ഇല്ലാതാവുമ്പോ അദ്ദേഹം ഇല്ലാതാവും അല്ലേ? ചിലപ്പോൾ ഈ സ്പെക്സ് ഒക്കെ ധരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തിരക്ക് പിടിച്ച് വരടത്തൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ കണ്ണട തരയും. അവസാനം മനസ്സിലായ ഓ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇവിടെ തന്നെ ഇരിക്കും. ഇതുപോലെയാണ് നമ്മൾ ഈശ്വരനിലൂടെ ഈശ്വരനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ കണ്ണടയിലൂടെ കണ്ണടയെ തെരഞ്ഞു പോലെ അല്ലേ? അതിനാൽ ആദ്യം ഈ തെരച്ചിൽ നിർത്തണം. മനുഷ്യൻ ആത്യന്തികമായ ഈശ്വരനാണ്. ഈ അറിവില്ലായ്മ നിലനിൽക്കുന്നിടത്തോളം നമുക്ക് ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കില്ല. ജയകൃഷ്ണമൂർത്തി എന്ന ചിന്തകൻ പറയുന്നു, ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിച്ചു, ഇതിന്റെ ആശയങ്ങളൊക്കെ ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊരിക്കലും ഭഗവാനെ കിട്ടുകയില്ല അദ്ദേഹത്തെ അന്വേഷിക്കാത്തടത്തോളം കാലം. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലവും അദ്ദേഹത്തെ കിട്ടില്ല. വല്ല മനസ്സിലായോ? എന്നാ വിട്ടേക്ക്. അപ്പോ അന്വേഷണം ചെയ്താൽ കിട്ടുകയില്ല, അന്വേഷിക്കാതിരുന്നാലും കിട്ടില്ല. ഒരു പ്രത്യേക തരത്തിലാണ് ഭഗവാന്റെ ഈശ്വരന്റെ രീതി. അതുകൊണ്ട് നാം സ്വയം സമുദ്ധരിക്കണം. ഭഗവത് അനുഗ്രഹത്തിലൂടെ മാത്രമേ ഭഗവത് ദർശനം നമുക്ക് സാധിക്കുകയുള്ളൂ. മനുഷ്യ പ്രയത്നത്തിനൊരു വലിയ പരിധിയുണ്ട്. അതെത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്യുക. അത്യധികം പ്രചോദനാത്മകമായ ഒരു ശ്ലോകമാണിത്. ഈ 13-ാം അധ്യായത്തിലെ ഓരോ ശ്ലോകവും നല്ലതെന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാരണം എത്രമാത്രം ഇങ്ങനെ പറഞ്ഞാലും ഓരോരോ വാക്കിനും എത്ര അർത്ഥമാണല്ലേ? ദേഹേസ്മിൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ശരീരങ്ങളിലും, അത് നികൃഷ്ടമായാലും ഉത്കൃഷ്ടമായാലും, ആ ഭഗവത് സാന്നിധ്യം ഈ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണത് ദൂരസ്ഥമെന്നും അന്തികയെന്നും അടുത്തും അകലെ എന്നൊക്കെ പറഞ്ഞത്. അതിനാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഷ്ഠാനങ്ങൾ ഉണ്ടാവണം. ശാസ്ത്രം കേവലം ശ്രവിച്ചു എന്നതുകൊണ്ട് അനുഷ്ഠാനങ്ങളെയോ ക്ഷേത്ര ദർശനങ്ങളെയോ പൂജകളെയോ ഒന്നും തള്ളിക്കളയരുത്. ചിലർക്കൊക്കെ എങ്ങനെയുണ്ട്, കുറച്ച് വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലും പോവില്ല, പൂജയും ചെയ്യില്ല, സഹസ്രനാമവും ചൊല്ലില്ല അല്ലേ? ഇതൊക്കെ ചൊല്ലിയത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്, ഈ യോഗ്യത കിട്ടിയിരിക്കുന്നത് അല്ലേ? വലിയ വലിയ മഹാത്മാക്കള് ഇപ്പൊ ശങ്കരാചാര്യ മഠത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് പോലും ഇപ്പൊ ശൃംഗേരിയിലൊക്കെ പോയി പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം അല്ലേ? ജഗദ്ഗുരു പദവിയിലെത്തിയിട്ട് പോലും എന്തിനാ അവര് ചെയ്യുന്നത്? നമുക്ക് മാതൃക കാണിക്കാൻ വേണ്ടിയില്ലേ? ഒന്നും വിടരുത്. അപ്പോ ഈ അനുഷ്ഠാനങ്ങളോടൊപ്പം അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക? ഈ ശ്ലോകമൊക്കെ കൂടെ ചൊല്ലുക. ഉപദൃഷ്ട, അനുമന്ത, ഭർത്ത, ഭോക്ത, മഹേശ്വര, ദേഹേസ്മിൻ പുരുഷപരഃ. ആ പരമപുരുഷൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ബുദ്ധിപരമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ അനുഷ്ഠാനവും കൂടെ ഉണ്ടാവും. ഭക്തിയും ജ്ഞാനവും ഒരുമിച്ച് കൊണ്ടുപോകണം. ഭക്തിയില്ലാത്ത ജ്ഞാനം
ജ്യൂസ് ഇല്ലാത്ത ഫ്രൂട്ട്സ് പോലെയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതൊക്കെയാണ്, പക്ഷേ ഒരു സുഖമില്ല കഴിക്കാൻ നമുക്കില്ലേ. അപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. ആധ്യാത്മികമായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്വയം കീഴടങ്ങണം അദ്ദേഹത്തിന്. അങ്ങനെ കീഴടങ്ങുന്നതാണ് ഭഗവത് കഥകൾ കേൾക്കൽ, സ്തോത്രപാരായണം, നാമയജ്ഞം, നാമജപം, പൂജകളൊക്കെ. അതൊക്കെ കൂടെ കൊണ്ടുപോകണം നമ്മൾ. അപ്പൊ ഈ സ്മരണ കിടക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലിയിട്ട് വേണം ഇന്ന് കിടക്കാൻ. ഉപദൃഷ്ടാനുമന്താച ഭക്ത ഭോക്ത മഹേശ്വര പരമാത്മീതി ചാപ്യുക്ത ദേഹേസ്മിൻ പുരുഷപര. ആ ഒരു സാന്നിധ്യം നമ്മിൽ തന്നെയുണ്ട് എന്ന ബോധത്തോടെ തന്നെ സദാ നമ്മളിരിക്കണം. തുടർന്ന് അടുത്ത ശ്ലോകം. ഇരുപത്തിനാല്. യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവതാ വർത്തമാനോപി ന സ ഭൂയോപി ജായതേ. ഏവം പുരുഷം, ഇപ്രകാരം പുരുഷനെയും ഗുണൈ സഹ പ്രകൃതി, ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെയും യഹവേത്തി, ആരറിയുന്നുവോ, സഹ സർവദാ വർത്തമാനഃ അപി, അവനെങ്ങനെ ഇരുന്നാലും ഭൂയഃ ന അഭിജായതേ, വീണ്ടും ജനിക്കേണ്ടി വരില്ല. സമാധാനായി. ഈ ഒരു മഹത്തായ പുരുഷനെ ആരാണോ അറിയുന്നത്, അതുപോലെ പ്രകൃതിയെ, സാത്വിക രാജസിക താമസിക ഗുണങ്ങളോടുകൂടിയ ആ പ്രകൃതിയെ ആരാണോ അറിയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ സത്വഗുണം കുറെ കൂടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഗീത കേൾക്കാം ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോ എപ്പോഴും സത്വഗുണം തന്നെ ഉണ്ടായിക്കൊണ്ടും നിർബന്ധമില്ല. ദേഷ്യം വരാം, സങ്കടം വരാം, ആലസ്യം വരാം. ഇങ്ങനെ ഓരോ സമയത്തും ഈ മൂന്ന് ഗുണങ്ങളുടെ ഒരു ആധിക്യം നമ്മിൽ മാറി മാറി വരുന്നുണ്ട്. ഒരിക്കലും ഈ ഗുണങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കില്ല. 100% സത്വഗുണം, 100% രജോ ഗുണം, 100% തമോ ഗുണം ആരിലും ഇല്ല. അനുഗ്രഹമാണ് നമ്മുടെ. എന്താ കാരണം? ഏറ്റവും ഗുണമെന്ന് ഞാൻ വർണ്ണിക്കുന്നില്ല, തന്നെ എല്ലാവർക്കും അറിയാവും. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്കൊക്കെ സത്വഗുണമാണ്, അതുകൊണ്ട് ഇത് കേൾക്കുന്നു. ഇത് കഴിഞ്ഞാലോ വാച്ചൊക്കെ ഇടയ്ക്ക് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ പോണം, ഇവിടെ പോണം, അങ്ങനെ പോണം, മാർക്കറ്റിൽ പോണം, കുറെ കാര്യങ്ങളുണ്ടല്ലേ. രജസ് തന്നെ ഒരു വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കണ്ട, അതൊക്കെ കഴിക്കണം ഇല്ലേ, പല പ്ലാനുണ്ട്. അപ്പൊ രജസ് വേണം. അത് കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ തീർത്തെല്ലാം കഴിയുമ്പോഴത്തേനും തളർന്നു. ഇനി ഒന്ന് എവിടെയെങ്കിലും ഒന്നും കിടന്നാ മതി, ആലസ്യം, നിദ്ര. അപ്പൊ തമോ ഗുണ അനുഗ്രഹമല്ലേ, അതും വേണം. ഇതിന്റെ മൂന്നിന്റെയും സമ്മിശ്രമാണ് നമ്മൾ. ഈ മൂന്ന് ഗുണം, ഈ സമ്മിശ്രമില്ലാതെ ഒരു പദാർത്ഥവും ലോകത്തില്ല. അതുകൊണ്ടാണ് ഗീതയിൽ ഏറ്റവും കൂടുതൽ വിവരിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഈ ത്രിഗുണങ്ങളെ കുറിച്ചാണ്. ഒരു അധ്യായം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റേ ഏകദേശം എല്ലാ അധ്യായങ്ങളിലും ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഏവം, ഇപ്രകാരം ധരിക്കണം. അപ്പൊ നേരത്തെ നമ്മള് കാരണങ്ങളെയൊക്കെ പറഞ്ഞു അല്ലേ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ കാര്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാരണമാണ്. നമ്മുടെ കുട്ടികളെ മാറ്റിയാൽ നമ്മൾ കാരണമല്ല, മാതാപിതാക്കളെ മാറ്റിയാൽ നിങ്ങൾ കാര്യവുമല്ല. എങ്കിൽ നിങ്ങൾ മാത്രം അവശേഷിക്കും. കാരണങ്ങളൊക്കെ കാലത്തിലാണ് സംഭവിക്കുന്നത്. ഈശ്വരൻ അതിന് അതീതമാണ്. ലളിതാ സഹസ്രനാമത്തില്
ഒരു നാമമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ സഹസ്രനാമമൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോയാൽ പോരാ, ഓരോ അർത്ഥത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കണം. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത. അപ്പൊ അമ്മ എന്താണ്? കാരണത്തിന് അതീതയാണ്. അതായത് കാര്യത്തിനും കാരണത്തിനും നിൽക്കുവാൻ നിങ്ങൾ ആസ്പദമാണ്. നിങ്ങളൊരു ബേസാണ്. നിങ്ങളിലാണ് കാരണം, നിങ്ങളിലാണ് കാര്യം. നിങ്ങളില്ലെങ്കിലോ ഈ കാരണത്തിനും കാര്യത്തിനും നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ആധാരമായ ഭഗവാൻ കാര്യവുമല്ല കാരണവുമല്ല. അദ്ദേഹം കാര്യകാരണത്തിന് അതീതമാണ്. അതേസമയം കാര്യവും കാരണമായിട്ടും വർത്തിക്കുന്നു. ഇപ്രകാരം ആരാണോ പുരുഷനെ അറിയുന്നത് അതാണ് ഈശ്വര സാക്ഷാത്കാരം. ഈ കാര്യവും കാരണവും ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ നല്ല രസമാണ്. ഇതിൻ്റെ നാളെ ഇത്തിരിയുടെ വിസ്തരിക്കാം. കാരണം കാര്യം കാരണം ഇല്ലേ? ഗുരുദേവനൊക്കെ അത് ഗംഭീരമായിട്ട് ഈ ഭാഗം നന്നായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗീതയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം അദ്ദേഹം ഒരേ സമയത്തെ കാര്യവുമാണ് കാരണവുമാണ്. അതേസമയം കാര്യകാരണത്തിൽ നിന്നും വിഭിന്നവുമാണ്. കാര്യകാരണങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കാര്യകാരണങ്ങൾക്ക് ആധാരമായ മാറാത്ത ഒന്നാണ് സച്ചിദാനന്ദ സ്വരൂപം. അതിനെ നമുക്ക് വാക്കുകൊണ്ട് പറയുവാൻ സാധ്യമല്ല, അനുഭവം കൊണ്ട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് കാലത്തിന് അതീതമാണ്. ഗാഢ സുഷുപ്തിയിൽ നമുക്ക് ആർക്കും കാലമില്ല. നിങ്ങൾക്ക് ശരീരമുണ്ടോ, മനസ്സുണ്ടോ, ബുദ്ധിയുണ്ടോ, ഇപ്പോൾ അനുഭവമുണ്ടോ? ഒന്നുമില്ല. സുഖം മാത്രം, ആനന്ദം മാത്രം. ഈ ലോകം ഒക്കെ ഇല്ലാതാവൂല്ലേ? എന്നിട്ടും നമ്മൾ ആനന്ദം അനുഭവിക്കുന്നു. ജഗത്തില്ലാതാവുന്നു, ജീവനില്ലാതാവുന്നു, എങ്കിലും നിങ്ങൾ അവശേഷിക്കുന്നു. ഉറക്കത്തോടുകൂടി നിങ്ങളെ ഇല്ലാതായാലോ പിന്നെ ആരെങ്കിലും ഉറങ്ങാൻ പോകും? പിന്നെ എന്ന് ശിവരാത്രി ആയിരിക്കും അല്ലേ? അപ്പൊ ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്നതായ ആനന്ദം ഉറക്കത്തിന് ശേഷവും ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നു സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ പലരും എഴുന്നേറ്റ് വരുന്നത്. അപ്പോഴേക്കും ഓരോന്ന് തലപൊക്കി വരും. എന്ത്? കാപ്പി കുടിക്കണം, പേപ്പർ വായിക്കണം, അവിടെ പോകണം, ബാങ്കിൽ പോകണം. ഓരോ വിചാരം ഇങ്ങോട്ട് വരാൻ തുടങ്ങിയോടുകൂടി ആ കിട്ടിയ ആനന്ദം മുഴുവൻ പോയി. 100,000 ചിന്തകളില്ലേ നമ്മുടെ ആനന്ദം നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ഈശ്വരൻ പ്രപഞ്ചത്തിന്റെ കാര്യവുമാണ് കാരണവുമാണ്, അതേ സമയവും കാര്യകാരണത്തിൽ നിന്നും അതീതവുമാണ്. ഇതാണ് എല്ലാ ശാസ്ത്രങ്ങളും പ്രഖ്യാപിക്കുന്നത്. ഇത് അറിയുന്നതിനാണ് നാം ഉപവാസാദികൾ അനുഷ്ഠിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം ശിവരാത്രിയിൽ നമ്മൾ വ്രതമൊക്കെ അനുഷ്ഠിച്ചു, ഉറക്കളഞ്ഞു. ഇതൊക്കെ ശരിക്കും ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, തീർത്ഥയാത്രകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. എല്ലാവിധ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ രഹസ്യത്തെ അറിയാൻ വേണ്ടിയാണ്. ആരാണോ ഈ രഹസ്യം അറിയുന്നത്, ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസഹ, പ്രകൃതിയുടെ ചലനങ്ങളും ഗുണങ്ങളും ആരാണോ അറിയുന്നത് അയാൾ സർവദാ വർത്തമാനോപി, അദ്ദേഹം പിന്നെ എങ്ങനെ ഇരുന്നാലും ശരി, എങ്ങനെ ഇരിക്കണം, എങ്ങനെ താമസിക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും ആർക്കും അദ്ദേഹത്തെ ഉപദേശിക്കാൻ പറ്റില്ല. സർവതന്ത്ര സ്വതന്ത്രനാണ് അദ്ദേഹം. അദ്ദേഹം എങ്ങനെ ഇരിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിക്കും. വേദങ്ങൾ പോലും അദ്ദേഹം എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പ്രസിഡന്റിന് ഇത്രയധികം അധികാരം നമ്മുടെ രാഷ്ട്രം കൊടുത്തിരിക്കുന്നത്?
സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ പ്രസിഡന്റ് ദയാഹർജി എടുത്ത് മോചിപ്പിച്ചു വിടുന്നു. ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും അവരുടെ പദവി ദുരുപയോഗം ചെയ്യില്ല എന്ന് ജനകോടികൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഭഗവത് സാക്ഷാത്കാരത്തിലെത്തിയ ആൾക്കാർ പൂർണ്ണ സ്വതന്ത്രരാണ്. അദ്ദേഹം എങ്ങനെ ഈ ലോകത്ത് ജീവിക്കാം, ഏത് വിധേനയും അദ്ദേഹത്തിന്റെ രീതികൾ തുടരാം. ഒരിക്കലും ആ സർവതന്ത്ര സ്വാതന്ത്ര്യ പദവിയെ അവർ ദുരുപയോഗം ചെയ്യില്ല. അദ്ദേഹം ഏത് വിധത്തിൽ ജീവിച്ചാലും, അല്ലേ? വിവേക ചൂടാമണി എന്ന പ്രൗഢമായ കൃതിയിലൊക്കെ ഭഗവാൻ ശങ്കരാചാര്യര് ഈ നിലയിലെത്തിയ ഒരു മഹാത്മാവിനെ അനേകം ശ്ലോകങ്ങളിലൂടെയാണ് വർണ്ണിക്കുന്നത്. ഈ ഒരു ജീവൻ മുക്തി പദവിയിലെത്തിയ ആളെ വർണ്ണിക്കുന്നില്ലേ? നസഭൂയോഭിജായതേ. സാധാരണ ഒരാളുടെ ശരീരം പതിച്ചു കഴിഞ്ഞാൽ അവരുടെ കർമ്മത്തിനനുസരിച്ച് ഓരോരോ ശരീരത്തിൽ പോയി ജനിക്കും. പക്ഷേ ഇദ്ദേഹത്തിന് പിന്നെ വേറെ ശരീരത്തിലേക്ക് പ്രാപിക്കേണ്ടി വരുന്നില്ല. ഇവിടെ വെച്ച് തന്നെ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. എങ്കിലും അദ്ദേഹം ശരീരത്തിന്റെ പ്രാരബ്ധം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. അതിനാൽ ഭഗവത് സാക്ഷാത്കാരം മരണസമയത്തോ മരണാനന്തരമോ ഉള്ള ഒരു അവസ്ഥയല്ല. നിങ്ങൾ നിങ്ങളുടെ ഗാർഹികവും ഔദ്യോഗികവും സാമൂഹികവും ദേശീയപരമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവയിൽ നിന്നൊക്കെ വിമുക്തമായിക്കൊണ്ട് നിങ്ങൾക്കെത്താൻ പറ്റും. അവിടെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. യാതൊരു അഹങ്കാരവുമില്ല. അദ്ദേഹത്തിന്റെ വീക്ഷണം തന്നെ മാറുന്നു. ഇവിടെ വെച്ച് തന്നെ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചതിനാൽ അദ്ദേഹം ജീവൻ മുക്തി നേടുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഈശ്വര സ്വരൂപങ്ങളായിട്ട് ആരാധിക്കുന്നത്. ചലിക്കുന്ന ദൈവങ്ങളാണവർ. പൂജ്യ ഗുരുദേവ തപോൻസ്വാമി അങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ക്ഷേത്രമില്ലാത്ത ഭഗവാൻ, അല്ലേ? ഒരു പ്രത്യേകമല്ല, ചലിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് നമ്മൾ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുരു തന്നെയാണ് ഈശ്വരൻ, യാതൊരു വ്യത്യാസവുമില്ല. കാരണം നമ്മളിപ്പോ ഒരു വിഗ്രഹത്തിലൊക്കെ ശരിയിലൊക്കെ ഭഗവാനെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഈശ്വര ചൈതന്യത്തെ പല ചടങ്ങുകളൊക്കെ ചെയ്ത്. എന്നാൽ ഇവർ ഈശ്വര സ്വരൂപങ്ങൾ തന്നെയാണ്. ആവാഹിക്കേണ്ട കാര്യം പോലുമില്ല. ആ നില പ്രാപിച്ചവരാണ്. ഇനി ഒരു ജന്മത്തെ പ്രാപിക്കേണ്ടി വരുന്നില്ല. സർവദാ വർത്തമാനോപി നസഭൂയോപി ജായതേ. അങ്ങനെ സ്ഥിതപ്രജ്ഞാവസ്ഥ പ്രാപിച്ചു. ഇതൊരു സാങ്കല്പികമായ അവസ്ഥയല്ല. ഇങ്ങനെയൊക്കെ ചിലർക്ക് എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ പോയി നിന്ന് നമസ്കരിച്ച് ദക്ഷിണ കൊടുത്ത അനുഗ്രഹം മേടിക്കാനല്ലത് പറഞ്ഞത്. ശ്രമിച്ചാൽ നാം ഓരോരുത്തരും ഈ പദവിയിൽ എത്താൻ യോഗ്യരാണ്. അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതൊരു റിസർവേഷനിൽ നേരത്തെ പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും അതിന് പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക, പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിജയം കൈവരുമോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ഈ ജന്മത്തിലോ അനേക ജന്മത്തിലോ ആയിക്കോട്ടെ, പക്ഷേ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് ഈ പുണ്യമായ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓരോ ചിന്തയും അതിനു വേണ്ടിയായിരിക്കണം. ഓരോ സത്സംഗത്തിലേക്കും വരുന്ന അതിനു വേണ്ടിയായിരിക്കണം. ഓരോ ഗുരുക്കന്മാരുടെ അടുക്കലും ഓരോ ഗ്രന്ഥം പഠിക്കുന്നതിന് വേണ്ടിയായിരിക്കണം.
അപ്പൊ എന്ത് ചെയ്യണം? അതിന് സഹായിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. ഈ ക്ലാസ് കേൾക്കൽ മാത്രമല്ല, കാരണം അങ്ങനെ ആ നിലയിലെത്തിയ മഹാത്മാക്കളുടെ ഗ്രന്ഥങ്ങൾ, അതിന് ഞാൻ പറയുന്ന ഒരു നല്ലൊരു പുസ്തകം തപോവൻ സ്വാമികളുടെ ഈശ്വര ദർശനം വായിക്കണം. എനിക്കതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പറയാം, എന്നല്ല ഉപനിഷത്ത് ക്ലാസ്സിൽ പറയാം. കാരണം അതിനകത്താണ് ഈ ഭാവത്തിച്ചിട്ടുള്ള പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇനിയുള്ള 2-3 ദിവസത്തെ ഉപനിഷത്ത് ക്ലാസ്സുകൾ ഇത്രയും ദിവസം കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഗംഭീരമായി ഈ ഭാഗങ്ങളൊക്കെയാണ് വർണ്ണിക്കാൻ പോകുന്നത്. സാധിക്കുമെങ്കിൽ കേൾക്കാൻ വരും. രാവിലത്തെ സമയം 3 ദിവസം, ഒരു ബോണസ് ദിവസം കൂടെ ഉണ്ട്. സാധാരണ മറ്റന്നാൾ യജ്ഞം കഴിയും, പക്ഷേ ശനിയാഴ്ച രാവിലെയും കൂടെ ഉപനിഷത്ത് ക്ലാസ് വെച്ചിട്ടുണ്ട്. കാരണം അത്ര ഗംഭീരമാണ് അതിൻ്റെ അകത്തെ ആശയങ്ങൾ. ശരിക്കും ഈശ്വര ദർശനം ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ആ മഹാത്മാവ് തപോവൻ സ്വാമികൾ ഇങ്ങനെ നടന്നപ്പോൾ അതാണ് ഈശ്വരൻ ദർശിക്കുക. ഓരോ പ്രകൃതിയിലും, ഓരോ വസ്തുക്കളും, പക്ഷികളും, മൃഗങ്ങളിലും ഒക്കെ അത് കണ്ടുകൊണ്ട്, കള്ളന്മാരിൽ പോലെ ഈശ്വരനെ കണ്ടുകൊണ്ട് പ്രസ്താവിക്കുന്നത്, സ്തുതിക്കുന്നുണ്ട്. അവിടെ വെറും സ്തുതിയല്ല, ഈശ്വരന്റെ രൂപത്തിൽ കള്ളന്മാര് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ചില സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പറയുന്നുണ്ട് എൻ്റെ അത്. അതുപോലെ ഹിമഗിരി വിഹാരം, വാണ്ടറിങ് ഹിമാലയസ് വായിക്കണം. നമ്മൾ 1920, 30, 40 കാലഘട്ടങ്ങളിൽ കാൽനടയായിട്ട് ഒരു ചെരുപ്പ് പോലും അല്ലാതെ ആ തണുപ്പിൽ കൂടെ നടന്നു പോയ ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്നും പോയ 5 കുപ്പായിട്ട് കൊണ്ട് അവിടെ നടക്കാനില്ല. അദ്ദേഹം അവിടെ അജാനുബാഹുവാണ്, ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. പക്ഷെ ചില സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ചില ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ സാധുവിന് അത് കുറിച്ചു വെക്കണമെന്ന് തോന്നുമ്പോൾ ഒരു പേനയോ പേപ്പറോ കയ്യിലില്ലാതെ പോയല്ലോ. അത്ര ലാളിത്യമായിരുന്നില്ലേ? പിന്നെ എങ്ങനെ എഴുതി വെച്ചിരുന്നത്? ഭുർജപത്രം, ഹിമാലയത്തിലൊരു മരത്തിന്റെ തോലാണ്, അതിങ്ങനെ റോളായിട്ട് കിട്ടും മേടിക്കാനായി. അതിൽ പെൻസിലിനാണ് എഴുതുന്നത്. അങ്ങനെ എഴുതി ചുരുട്ടിക്കൂട്ടി അവിടെ വെച്ചിട്ട് പോകും. അതിൻ്റെ മഹത്വം അറിഞ്ഞ ചിലരൊക്കെ അതിനെ എഴുതി കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ച ബുക്കുകളായത്. അല്ലാതെ അദ്ദേഹം പ്രിന്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതല്ല. അദ്ദേഹം എഴുതിയ പല ബുക്കുകളും നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ കഠോപനിഷത്തിന് അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടായിരുന്നു, ശാണ്ഡില്യ ഭക്തിസൂത്രത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ എവിടെയൊക്കെ എഴുതി വെച്ചു, പിന്നെ കിട്ടിയില്ല. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയ ചില ബുക്കുകളാണ് ഇപ്പം പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ഈ ചിന്മയാനന്ദ സ്വാമികൾ തന്നെ ബദ്രീശ സ്തോത്രത്തിനും ഗംഗാസ്തോത്രത്തിനൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കിട്ടും അത്. ഇങ്ങനെ സ്റ്റഡി ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിക്കാൻ നല്ല ബുക്കാണ്. നമുക്കിങ്ങനെ യജ്ഞമായിട്ടൊന്നും എടുത്ത ആൾക്കാർ ചിലപ്പം ഇഷ്ടപ്പെടില്ല, പക്ഷെ ചെറിയ ഗ്രൂപ്പിലൊക്കെ എടുക്കാൻ നന്നായിട്ട്. കാരണം ഈ നിലയിലെത്തിയ ഒരു മഹാത്മാവിന്റെ വർണ്ണനയാണ്. സാധാരണ ഒരാൾ വർണ്ണിക്കുന്ന പോലെ അല്ല, കൊണ്ട് ആ നിലയിലേക്ക്. അതാണ് ഗംഗാസ്തോത്രത്തിലൊക്കെ ഗംഗയെ വർണ്ണിക്കുമ്പോൾ, ഹേ അമ്മേ, ആ സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മം ദ്രവരൂപേണ ദ്രാവതി ഒഴുകുന്നു എന്നാ പറയുന്നത്. ഗംഗ അങ്ങനെയാണ് ഒഴുകുന്നത് അല്ലേ? ഭഗവാൻ ദ്രാവക രൂപത്തിൽ ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു ഭാവനയാണ്! എന്തായാലും ഇനി എന്താ പറയാ, ഈ 13-ാം അധ്യായത്തിലെ ഇനിയും വളരെ ഗംഭീരമായ ശ്ലോകങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഈ കാര്യകാരണം മാത്രം എനിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് തൃപ്തി വന്നിട്ടില്ല. അതുകൊണ്ട് നാളെ ഒന്നും കൂടെ അതിനെ തുടക്കത്തിൽ ഒന്നുകൂടെ വിസ്തരിക്കാൻ പറ്റുമാതി ശ്രമിക്കാം. കാരണം അത് നമുക്ക് എപ്പോഴും നമ്മുടെ ഓരോ ഉപനിഷത്ത് പഠിക്കുമ്പോഴും ഇതൊക്കെ നമുക്ക് എപ്പോഴും പിന്നെയും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.